അരോമ ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല നിമിഷം നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ഒരു വർഷം ദൈവം നമ്മെ ജയോത്സവമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, എല്ലാ കെടുതികളിൽ നിന്നും ദൈവത്തിന്റെ പ്രത്യേക കരുതലും കാവലും സൂക്ഷിപ്പും നമുക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മുടെ ആത്മാവിനും പ്രാണനും ശരീരത്തിനും വേണ്ടി ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിലും ഈ ദിവസത്തിലും ആയിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യേണ്ടതിന് നമുക്ക് എവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രേക്ഷകരെ, കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ അരോമ ടി വിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും പ്രത്യേക നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഈ പുതുവർഷത്തിന്റെ ആദ്യത്തെ നിമിഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ മാത്യു പി കോശി അവറുകളാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ കർത്താവിന്റെ ദാസൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നാം എല്ലാവരും അറിയുന്നത് പോലെ 2000-ലധികം ദൈവസഭകളും അനേക ദൈവദാസന്മാരും ലക്ഷക്കണക്കിന് ദൈവമക്കളും ഉള്ളതായ ഇന്ത്യ മിഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ ആരംഭം കുറിച്ച കർത്താവിന്റെ ദാസനാണ് പ്രിയ മാത്യു പി കോശി അങ്കിൾ. തൻ്റെ ജീവിതാനുഭവം മറ്റാരോടും ഇതുവരെയും പങ്കുവച്ചിട്ടില്ല. തൻ്റെ ചില ഓർമ്മകൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവെക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു വേറിട്ട അനുഭവമായിരിക്കും പ്രേക്ഷകർക്കെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ദൈവവചന ചിന്തയും നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് ഇവർക്ക് ശ്രദ്ധയോട് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അത് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിയാൽ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുവരെയും നിങ്ങൾ കാണാത്ത വീഡിയോകൾ ഉണ്ടെങ്കിൽ ചാനൽ സന്ദർശിക്കുകയും നിങ്ങൾ വീഡിയോകൾ കാണുകയും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. തുടർന്നും ഈ വർഷവും നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകുവാൻ ആവശ്യമാണ്. നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ മാത്യു പി കോശി അങ്കിളിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളും. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സമയം അരോമ ടി വിയുടെ പ്രേക്ഷകരുമായി ചില നിമിഷങ്ങൾ പങ്കിടുവാൻ എന്നെ ക്ഷണിച്ച അരോമ ടി വിയുടെ സംവിധായകനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിനോടും അരോമ ടി വിയുടെ എല്ലാ സംഘാടകരോടും എന്നെ നന്ദി പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി കഴിഞ്ഞ നാളുകളൊക്കെയും അരോമ ടി വി ചെയ്യുന്ന എല്ലാ മിനിസ്ട്രികളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും വരും കാലങ്ങളിൽ കർത്താവിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ നിങ്ങളെ ദൈവം സഹായിക്കുമാറാകട്ടെ. എൻ്റെ പേര് മാത്യു പി കോശി എന്നാണ്. ഞാൻ കാനഡയുടെ പടിഞ്ഞാറേ തീരത്തുള്ളതായ വാൻകൂവർ എന്ന പട്ടണത്തിൽ ഞാൻ ജീവിക്കുകയും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ 37 വർഷം ഇന്ത്യയിലും 1 വർഷം ബ്രിട്ടനിലും ഞാൻ പഠിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് കുമാരി. എനിക്ക് ദൈവം ദാനം ചെയ്ത 3 മക്കളുണ്ട്. മൂത്തത് 2 പെൺമക്കൾ, ഇളയ ഒരു മകൻ. മൂത്ത മകള് ഇവിടെ ഉള്ളതായ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ ഒരു പ്രൊഫസറായിട്ടും ഇവിടെയുള്ളതായ ബ്രിട്ടീഷ് കൊളംബിയ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ അവൾ ഒരു പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റായിട്ടും സേവനം അനുഷ്ഠിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ മകള് അവള് ഇവിടെ ഉള്ളതായ ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അവൾ വിവാഹം കഴിച്ചിരിക്കുന്നത് പത്തനാപുരത്ത് നിന്നുള്ളതായ ഒരു കർത്താവിന്റെ ദാസനെയാണ്. അവൾക്ക് ഇവിടെയുള്ളത് ബ്രിട്ടീഷ് കൊളംബിയ ഗവൺമെൻറ്റിൽ സേവനം അനുഷ്ഠിക്കുന്നു.
മൂത്ത മകൾക്ക് 2 പെൺമക്കളും ഒരു മകനുമുണ്ട്. മൂത്ത മകൾ കോളേജിൽ പഠിക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞുങ്ങൾ രണ്ടും അവര് സ്കൂളിൽ പഠിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ മകൾക്കും 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തവൻ ആൺകുട്ടിയാണ്. അവന് ഇളയ മകളും അവള് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം എനിക്ക് 3 മക്കളെയും 5 കൊച്ചുമക്കളെയും ദൈവം ദാനം ചെയ്തിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വം കരയറ്റുന്നു. എൻ്റെ ഇളയ മകൻ അവൻ ഞങ്ങളോടൊപ്പം പാർക്കുന്നു. അവനിവിടെ ഉള്ളതായ സാമൂഹികക്ഷേമ വകുപ്പിൽ ഉള്ള ഒരു സ്ഥാപനത്തിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് അവനെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മൂവരും ഞങ്ങളോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ സഹായിക്കുകയും അതിൽ വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. യൂണിവേഴ്സിറ്റിയിൽ ദീർഘകാലം അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്ത് ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച് ഞങ്ങളോടൊപ്പം ശുശ്രൂഷയിൽ കൂടുതലായി വ്യാപൃതരായി കഴിയുന്നു. കർത്താവ് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ കർത്താവ് നൽകി തോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഇവിടെ തുടരുന്നു. 2 സഭകളുടെ ശുശ്രൂഷയോടൊപ്പം തന്നെ ഞാൻ ഒരു മിഷൻ പ്രവർത്തനത്തിൽ വളരെ വ്യാപൃതനായിരിക്കുകയാണ്. ദൈവകൃപയാൽ ഇന്ത്യ മിഷൻ എന്നുള്ള സ്ഥാപനം തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. അത് പിന്നീട് ലോകത്തിലെ പല രാജ്യങ്ങളിലേക്ക് അത് പടർന്നത് മുഖാന്തരം അതിനെ സെൻറ്റർ ഫോർ ഗ്ലോബൽ മിഷൻ എന്നുള്ള സ്ഥാപനമാക്കി. അതിൻ്റെ പ്രവർത്തനത്തിന് ഞാൻ ഈ നാളുകളിൽ വ്യാപൃതമായിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരം ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം. എൻ്റെ ജനനം നടന്നത് കുമ്മനാട്ടുള്ള IPC ഹെബ്രോൻപുരത്താണ്. എൻ്റെ പിതാവ് പുരാതനമായ ഒരു കുടുംബത്തിൽ നിന്ന് പെന്തക്കോസ്തിൻ്റെ ആരംഭ സമയങ്ങളിൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് തനിക്കുള്ളതെല്ലാം വിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പോകുവാനുള്ള വ്യാപൃതനായി തീർന്നു. അങ്ങനെ IPCയുടെ പ്രാരംഭ പ്രവർത്തകരിൽ ഒരുവനായി പലയിടങ്ങളിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് എനിക്കും എൻ്റെ മാതാവിനും ഇടയാക്കി. അങ്ങനെ താൻ കുമ്പനാട് ശുശ്രൂഷയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ജനിപ്പാനായിട്ട് ഇടയായി തീർന്നത്. തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് തിരുവനന്തപുരത്തെ IPC സഭയുടെ പാസ്റ്ററായി കടന്നുപോയപ്പോൾ എൻ്റെ പ്രായം അവിടെ ചെലവഴിപ്പാനിടയായി. എന്നാൽ തുടർന്ന് താൻ അവിടെ നിന്ന് അടൂരിലേക്ക് ഞങ്ങളുടെ സ്വദേശത്തേക്ക് കടന്നു വന്നു. അവിടെ പാർക്കുമ്പോൾ തുടരെ ഉള്ളൂ എനിക്ക് എൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയുള്ളത്. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. എന്നാൽ എൻ്റെ മാതാവ് താൻ തുടർന്നിരുന്നതായ ശുശ്രൂഷയിൽ വളരെ ശുഷ്കാന്തിയുള്ളവളായി ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം പുലർത്തുകയും ശുശ്രൂഷകളിൽ മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഒരു പെന്തക്കോസ്തിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നു വരുവാൻ കർത്താവ് എനിക്കിടയാക്കി. ഞങ്ങൾ 7 സിബ്ലിങ്സ് ആണ്. ഞാൻ 6ാമത്തതാണ്. എനിക്ക് മൂത്ത 5 പേരുണ്ട്. ഞാൻ 6ാമത്തത്. എൻ്റെ ഇളയ ഒരു സഹോദരിയുണ്ട്. ഞങ്ങൾ 7 പേരിൽ ഇപ്പോൾ ശേഷിക്കുന്നത് ഞാനും എൻ്റെ ഇളയ പെങ്ങളും മാത്രമേ ഉള്ളൂ. അവൾ അമേരിക്കയിൽ താമസിക്കുന്നു, ഞാൻ കാനഡയിൽ താമസിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ പാതയിൽ വരുവാൻ കർത്താവ് ഇടയാക്കി. അവരും അവരുടെ സന്താനങ്ങളും അവരുടെ കൊച്ചുമക്കളും എല്ലാം അവർ USA താമസിക്കുന്നു. അവർക്കെല്ലാം കർത്താവ് രക്ഷയുടെ അനുഭവം കൊടുക്കാൻ ഇടയായി തീർന്നു. അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും ഒരു ഭാഗ്യമായി ഞങ്ങൾ കണക്കാക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തൻ എന്നതിൽ കൂടെ പറയുവാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ബാല്യകാലത്തിൽ സഭ ഞങ്ങളുടെ വീട്ടിലാണ് കൂടിക്കൊണ്ടിരുന്നത്, അടൂർ. അതുകൊണ്ട് ഞാൻ സഭയിൽ തന്നെ വളർന്നതെന്ന് എനിക്ക് പറയാം. പല ശുശ്രൂഷകന്മാർ അടൂർ IPC സഭയുടെ ശുശ്രൂഷകരായിരുന്നിട്ടുണ്ട്. അവരോടൊക്കെ ചേർന്ന് അനുഗ്രഹമായ ജീവിതം നയിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. അവരുടെയൊക്കെ എന്നോട് ചെയ്തിട്ടുള്ളതായ നന്മയ്ക്കും അവർ ശുശ്രൂഷ എന്നോട് കാണിച്ച സ്നേഹത്തിന് ഞാൻ എപ്പോഴും നന്ദിയുള്ളവരാണ്. എന്നാൽ 12 വയസ്സായപ്പോൾ തന്നെ ഒരുപക്ഷം പറഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ സൺഡേ സ്കൂൾ ചുമതല വരെ എടുത്ത് നടത്തുന്ന അനുഭവം എനിക്കുണ്ടായിരുന്നു. എന്നാൽ 14 വയസ്സായപ്പോൾ ഞാൻ ഹൈസ്കൂൾ പാസ്സായിട്ട് ആലുവയിലുള്ള യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പോയി പഠനം 7 വർഷം പിന്നെ തുടരുവാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി. ആ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ആത്മീയ ചിന്തകൾ ധാരാളമായി വരുവാനിടയായി തീർന്നത്. ഞാൻ കോളേജിലായിരുന്നപ്പോൾ എന്നെ പല ക്രിസ്തീയ സംവിധാനങ്ങളുടെയും നേതൃത്വ നിലയിൽ ആ കോളേജ് എന്നെ നിർത്തുവാനിടയാക്കി. എന്നാൽ ഞാൻ ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരുന്നു. കാരണം അവരെല്ലാം ഞാൻ നല്ലവനെന്ന് ചിന്തിക്കുകയും ഈ ആത്മീയ ചുമതലകൾ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ
അത് ഞാൻ കൃത്യമായി ചെയ്തുവെങ്കിൽ തന്നെയും എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാനൊരു പാപിയാണ്. ഞാൻ പുറമേ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ അല്ല എന്നുള്ള ഒരു പ്രധാന വിഷയം അത് എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. എന്നെ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു പ്രധാന അനുഭവമായിരുന്നു. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ഒരാത്മീയനായി അത് ചെയ്തില്ലെങ്കിലും ആ കെട്ടുപാടുകൾ എന്നെ ചില പരിധിക്കുള്ളിൽ നിർത്തുവാൻ ബന്ധപ്പെടുത്തി. അത് കാരണം ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എന്നെ ആ ചുമതലകൾ ഏൽപ്പിച്ചവരെയും എന്നെ അതിൽ സഹായിക്കുകയും അനുമോദിക്കുകയും ചെയ്തവരെ ഞാൻ വളരെ നന്ദിയോട് ഓർക്കുന്നു. ഞാൻ യഥാർത്ഥ വിശ്വാസി അല്ലെങ്കിൽ തന്നെയും ഒരു ഒരു അതിർവരമ്പിനുള്ളിൽ എന്നെ നിർത്തുവാൻ അതെനിക്ക് സഹായമായി തീർന്നു. എന്നാലും ആ ചിന്ത എന്നെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ MSc വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ചില നാളുകളിൽ ഞാൻ വിദേശത്ത് യാത്ര ചെയ്തു മടങ്ങി വീട്ടിൽ വന്ന് ശാന്തമായി ഇരിപ്പാനുള്ളൊരു അവസരം ദൈവം എനിക്ക് നൽകി. ആ സമയങ്ങളിൽ ഞാൻ അല്പായമായി വേദപുസ്തകം വായിപ്പാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ PhD പഠിക്കാനായിട്ട് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിൽ ചേരാനിടയായി തീർന്നു. എന്നാൽ ആ സമയങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ വേദപുസ്തകം അല്പം കൂടെ ആഴമായി ഒന്ന് വായിപ്പാനിടയായി തീർന്നു. അതിന് കാരണമായ ഒരു സംഭവമുണ്ട്. അടൂർ ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്ന ഒരു പ്രായമായ കർത്താവിന്റെ ദാസൻ എന്നെ ഞങ്ങളോട് വളരെ വാത്സല്യമാണ്. എന്നോട് ചോദിച്ചു, മോനെ, നിന്നോട് ഞാൻ ചില സുവിശേഷങ്ങൾ പറയട്ടെ? അവൻ ഞാൻ പറഞ്ഞു, എനിക്കധികം ഒന്നും കേൾക്കണ്ട, ഞാനതിൽ താല്പര്യമുള്ളതല്ലെന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നാ വേണ്ട, ഞാനൊന്നും പറയണ്ട, ഞാൻ വേദപുസ്തകത്തിൽ ചില വാക്യങ്ങൾ ഞാൻ എടുത്തു പറയും, അതൊന്ന് മോനൊന്ന് വായിക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ മനസ്സോടെ ഞാനത് സമ്മതിച്ചു. ഞാൻ വേദപുസ്തകം തുറന്നു വെച്ചു. അദ്ദേഹം ഓരോ വാക്യങ്ങൾ, John 3:16, അങ്ങനെ ഓരോ വാക്യങ്ങൾ അദ്ദേഹം പറയും. ഞാൻ ആ വേദഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് വായിപ്പാനിടയായത്. സത്യമെന്ന് പറയട്ടെ, ആ ഓരോ വാക്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ ഒരു ബുള്ളറ്റ് പോലെ തറയ്ക്കുകയാണ്. ആ വാക്യങ്ങൾ എൻ്റെ ഉള്ളിൽ തറഞ്ഞപ്പോൾ ഈ വേദപുസ്തകം വായിക്കണം, ഇതിലെ മർമ്മങ്ങൾ ഗ്രഹിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് ജീവിതത്തിലുണ്ടായി. അങ്ങനെ രാത്രി യാമങ്ങളിൽ ഞാൻ ഇരുന്ന് വേദപുസ്തകം വായിപ്പാൻ തുടങ്ങി. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, രക്ഷയുടെ അനുഭവം വന്നില്ലെങ്കിലും ഇത് വായിപ്പാനായി തുടങ്ങി. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 1973 ഞാൻ എൻ്റെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് രാത്രിയിൽ റോമാലേഖനം വായിപ്പാൻ ആരംഭിച്ചു. റോമാലേഖനം ഞാൻ വായിപ്പാൻ ആരംഭിച്ച് അതിൻ്റെ ആദ്യമ അധ്യായങ്ങൾ വായിച്ചു വന്നപ്പോഴത്തേക്ക് വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെടാൻ തുടങ്ങി. ഞാൻ എന്നിൽ പാപബോധം വർദ്ധിക്കും തോറും കൂടുതൽ നന്മകൾ ചെയ്ത് അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ദൈവവചനത്തിൽ കൂടി എനിക്ക് മനസ്സിലാക്കി തന്നു, നമ്മുടെ യാതൊരു നീതി പ്രവൃത്തികൾ കൊണ്ടുമല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അത് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പ്രതിഫലമായിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാനമായി രക്ഷയും നീതീകരണവും നമുക്ക് ലഭിക്കുന്നുവെന്ന് എനിക്ക് അന്ന് രാത്രിയിൽ മനസ്സിലാക്കുവാൻ ഇടയാക്കി തീർത്തു. ആ നാളുകൾ മുതൽ ഇന്ന് വരെയും റോമാലേഖനം എന്നെ വളരെ ചിന്തിപ്പിക്കുകയും അത് ഞാൻ ദീർഘനാളുകളായിട്ട് ആരായുകയും ദീർഘവർഷങ്ങൾ പലയിടങ്ങളിലായി റോമാലേഖനം പഠിപ്പിക്കുവാനും ദൈവം എനിക്ക് ഇടയാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ റോമാലേഖനത്തിൽ കൂടി രക്ഷയെക്കുറിച്ചുള്ളതായ സത്യം, വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയം എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ അന്ന് രാത്രിയിൽ എൻ്റെ നീതീകരണത്തിനുള്ള സകല ശ്രമവും വിട്ടുകളഞ്ഞ് കർത്താവ് ദാനമായി തരുന്ന ആ രക്ഷയെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ ദൈവം എനിക്കിടയാക്കി. I can never forget that day. That was 1973, April 23rd. I can never forget that night. അന്ന് രാത്രി എൻ്റെ ജീവിതം പരിപൂർണമായി രൂപാന്തരപ്പെടുവാൻ ദൈവം എനിക്കിടയാക്കി തീർത്തു.
വേഗത്തിൽ തന്നെ സ്നാനം കേൾക്കുവാനിടയായി. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുകയായിരുന്നതുകൊണ്ട് തിരുവനന്തപുരത്തുള്ള IPC ചർച്ചിൽ അന്നത്തെ കർത്തദാസനായിരുന്ന പാസ്റ്റർ ജോഷുവ, അദ്ദേഹത്തെ ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആഴ്ചയിൽ തന്നെ ഞങ്ങൾ ഇന്ന് ആഴ്ച പരസ്യയോഗത്തിന് പോകും. നന്നങ്കോട് ജംഗ്ഷനിൽ പരസ്യയോഗത്തിന് നിൽക്കുമ്പോൾ ഞാൻ പുറകെ നിൽക്കുക. കർത്താവിന്റെ ദാസൻ മുന്നോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ പരസ്യയോഗത്തിൽ മാത്യു കോശി പ്രസംഗിക്കുന്നതായിരിക്കും. എനിക്കൊരു വളരെ ഞെട്ടൽ പോലെ തോന്നി. ഞാൻ അതുവരെ സുവിശേഷ പ്രസംഗം ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ വേഗത്തിൽ ദൈവം എന്നെ ഉദ്യമിപ്പിച്ച് മുന്നോട്ട് കടന്നു വന്ന് എന്റെ സാക്ഷ്യം പ്രസ്താവിപ്പാനും സുവിശേഷം ഘോഷിപ്പാനും ആ നാളിൽ ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു. ഒരുപക്ഷെ പറഞ്ഞാൽ അന്ന് ആ പകൽക്കാലത്ത് അല്ലെങ്കിൽ ആ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ആരംഭിച്ചു. അത് ഇന്നുവരെയും തുടരുവാൻ കർത്താവിനെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. അതിനുശേഷം അദ്ദേഹം സഭയിൽ എന്നെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം ഉപയോഗിക്കുകയായിരുന്നു. എല്ലായ്പ്പോഴും ദൈവവചനത്തിൽ നിന്ന് ഒരു പ്രബോധനം കൊടുക്കുവാൻ അദ്ദേഹം ആദ്യം എന്നോട് പറയും. അതിനുശേഷമാണ് അദ്ദേഹം ദൈവവചനത്തിൽ സംസാരിക്കുന്നത്. അതുമാത്രമല്ല, തിരുവനന്തപുരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളതായ അനേക സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് തെക്കൻ ഭാഗങ്ങളിൽ കടന്നുപോയി പലയിടങ്ങളിലും കൺവെൻഷൻ നടത്തുവാനും ബൈബിൾ ക്ലാസ് നടത്തുവാനും സുവിശേഷം അറിയിക്കുവാനും ദൈവം എനിക്ക് ഇടയാക്കി. ആ സമയങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രിയ ജോയ് സഹോദര, എന്നെ വീട്ടിൽ വിളിക്കും ജോയ് എന്നാണ് അദ്ദേഹം വിളിക്കും, ജോയ് സഹോദര, നാം പോയി പ്രവർത്തിച്ച സ്ഥലങ്ങളിലെല്ലാം സഭയോടിലാകുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. സ്തോത്രം. വളരെ സന്തോഷത്തോടെ ഞാൻ എത്തുന്നത് ഓർക്കുന്നു. എന്നാൽ അതിനുശേഷം ഞാൻ വിവാഹിതനായി കഴിഞ്ഞു. ഞാൻ തിരുവനന്തപുരത്തെ IPC PMG ജംഗ്ഷനിലുള്ള IPC സഭയിൽ തുറന്നുകൊണ്ടിരിക്കുക. വളരെ ആത്മീയ സന്തോഷമുണ്ട്. വായിക്കുകയും പഠിക്കുകയും ദൈവവചനത്തിൽ വളരെ സന്തോഷത്തോടെ ഈ സമയത്ത് ഒരിക്കൽ ഞാൻ ലേവ്യ പുസ്തകം വായിച്ചു പഠിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സമാഗമന കൂടാരത്തിലുള്ള സകല ഉപകരണങ്ങളും ആ വിശേഷ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെടണം. അതേ അഭിഷേക തൈലം ആ പുരോഹിതന്മാരുടെ മേലും തളിക്കപ്പെടണം. അതുമാത്രമല്ല, ആ തൈലത്താൽ അഭിഷേകം പ്രാപിക്കാത്ത ആരും ആലയത്തിലെ ഒരു ഉപകരണത്തെ തൊടുവാൻ പോലും പാടില്ല എന്നുള്ള വ്യക്തമായ പഠനം എനിക്ക് അതിൽ നിന്ന് ലഭിക്കാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ വളരെ നാളുകളായി ആത്മശാനം പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എങ്കിലും ആ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായി. ഏകദേശം 3 വർഷത്തോളം ഞാൻ ആത്മസ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അന്ന് ഞാൻ തീരുമാനിച്ചു, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഇനിയും കർത്താവ് എന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കുന്നില്ല എങ്കിൽ ഞാൻ ഇനിയും പ്രസംഗിക്കത്തില്ല. ഞാൻ സഭായം കഴിഞ്ഞ് വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ വാണ്ട് യു ടു ബി എ വിറ്റ്നസ്. എനിക്കൊരു സാക്ഷിയായി നീ നിൽക്കണം. ഞാൻ ദൈവസേനയിൽ ഒരു തീരുമാനം പറയാൻ പോവുക. എൻ്റെ ഭാര്യ എൻ്റെ സാക്ഷിയായിരിക്കണം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, നീ എന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അല്ലെങ്കിൽ ആത്മസ്നാന അനുഭവം നീ എനിക്ക് തരുന്നത് വരെ സഭയിൽ ഞാൻ എഴുന്നേറ്റ് ഒരു ശുശ്രൂഷയും ചെയ്യുകയില്ല. ഏറ്റവും കൂടിയാൽ എൻ്റെ സാക്ഷി മാത്രം പറയും. എൻ്റെ സകല പ്രവർത്തനങ്ങൾ ഞാൻ ഇന്നു മുതൽ നിർത്തിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്തു പറയുന്നു? അന്ന് രാത്രിയിൽ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ സഹോദരിയുടെ ഭവനത്തിലേക്ക് കടന്നുപോയി. പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് എനിക്ക് അടൂർക്ക് ഉള്ളതുകൊണ്ട് ബസ് കിട്ടാനുള്ള സൗകര്യത്തിന് അന്ന് രാത്രി ഞാൻ അവിടെ താമസിച്ചു. ഞാൻ സഹോദരന് വളരെ സ്നേഹമാണ്. ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് രാത്രി ഏകദേശം 11:45 മണിയായി. അപ്പോൾ എന്നോട് പെങ്ങൾ പറഞ്ഞു, മോനെ, നിനക്ക് രാവിലെ ബസ്സിന് പോകേണ്ടതല്ലേ, നീ ഒന്ന് വിശ്രമിക്കുക. ഞാൻ പോയി എൻ്റെ കട്ടിൽ കിടന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചു എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ഏകദേശം 11:50 കഴിഞ്ഞ സമയം ഞാൻ വേഗത്തിൽ ആ കട്ടിലിൽ എൻ്റെ കാല് മടക്കിയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിച്ചില്ല. സ്തോത്രം 2 വാക്ക് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. ഉയരത്തിലെ ശക്തി ധാരാളമായി എന്റെ മേൽ പകരപ്പെടുകയും പൂർണ്ണ ശക്തിയാൽ നിറയപ്പെട്ട അന്യഭാഷ അടയാളത്തോടുകൂടി പരിശുദ്ധാത്മ സ്നാനം പ്രാപിപ്പാൻ എനിക്കിടയായി. നാം ദിവസത്തിൽ ഒരു തീരുമാനം എടുത്തപ്പോൾ അന്ന് രാത്രിയിൽ 12 മണിക്ക് മുമ്പേ കർത്താവ് ആ ആത്മാവിനാൽ
എന്നെ സ്നാനപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരിക്കലും മറക്കാനാവാത്ത കാര്യങ്ങളാണിത്. അന്ന് ഒരാഴ്ചത്തേക്ക് എനിക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല. നാവ് തുറന്നാൽ അന്യഭാഷ വരത്തുള്ളൂ. ഒരാഴ്ച ജോലിക്ക് പഠിക്കാനോ പോയില്ല. ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം സംസാരിക്കാനൊക്കത്തില്ല. സംസാരിക്കുമ്പോഴത്തേക്ക് അന്യഭാഷ സംസാരിക്കുന്നത്. ദൈവം അന്ന് എൻ്റെ മേൽ പകർന്ന ആ ആത്മനിറവ് എനിക്കിപ്പോൾ 76 വയസ്സായി. പലവിധമായ പ്രശ്നങ്ങൾക്കൂടെയും പ്രയാസങ്ങൾക്കൂടെയും ഞാൻ കടന്നുപോയി. എന്നാൽ അവിടെയൊക്കെയും ഈ ദൈവത്തിൻ്റെ ആത്മാവ് തുണയായിരുന്ന് ഇന്നുവരെ നടത്തുന്നു. സകല മാനവും സകല മഹത്വവും ആ ദൈവത്തിന് ഇന്ന് ഞാൻ കരയിട്ടുന്നു. പ്രീശുവാൻ ഏത് നാളിൽ അവനെ പിൻപറ്റുവാൻ, അവൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുവാൻ ദൈവം ഇടയാക്കുന്നതിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. സ്തോത്രം. എൻ്റെ രക്ഷയിക്കപ്പെടുന്നതിനുള്ള മുമ്പുള്ള അനുഭവമാണല്ലോ ഞാൻ പറഞ്ഞത്. രക്ഷയുടെ വന്ന ശേഷം ഞങ്ങളുടെ അനുഭവം ഞാൻ അല്പസമയം വിവരിച്ചു. അന്ന് മുതലേ ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിൽ ഗവൺമെന്റ് സ്കോളർഷിപ്പോടുകൂടി ഞാൻ PhD പഠിച്ചുകൊണ്ടിരിക്കുക. സത്യം പറയണ്ടു, ഈ ആത്മീയ അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിത്തത്തോട് ഒരു വിരക്തിയായി. എൻ്റെ ആഗ്രഹം മുഴുവൻ ഒരു സയൻറ്റിസ്റ്റായിട്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസറായിട്ട് ജോലി ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ താല്പര്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. എൻ്റെ സ്റ്റഡീസ് എല്ലാം ഞാൻ വളരെ ഭംഗിയായി ഞാൻ തീർത്തു. എങ്കിലും എൻ്റെ തീസിസ് എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്തു. ക്വാളിഫയിങ് എക്സാം എല്ലാം പാസ്സായി. എങ്കിലും മുഴുവനായി സുവിശേഷ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരുന്നു. അത് അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജോലിയെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് സമീപത്തിരുന്ന ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു ടെലിഗ്രാം വന്നു. ടെലിഗ്രാം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്കെന്താ ഇപ്പോൾ ടെലിഗ്രാം വന്നു? അപ്പോൾ എൻ്റെ പിതാവ് ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഒരു പുതിയ സ്ഥാപനം കേരളത്തിൽ തുടങ്ങുന്നുണ്ട്. അവിടെ സയൻറ്റിസ്റ്റായിട്ട് ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം എനിക്ക് അയച്ചു തന്നതാണ്. ഞാൻ പോയി അപേക്ഷിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ കൂടെ വരട്ടെ, ഒരു അപേക്ഷ കൊടുക്കാമല്ലോ എനിക്കും. അതുവരെ ഞാൻ ജോലിയെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. കാര്യം എൻ്റെ താല്പര്യം മുഴുവൻ എല്ലായിടങ്ങളിലും പോയി സുവിശേഷം അറിയിക്കണം. എന്ത് പറയണ്ടു, അദ്ദേഹത്തിന് പോയി ഞാനൊരു അപേക്ഷ കൊടുത്തു. ഞങ്ങളെല്ലാവരും ഇൻവിറ്റേഷൻ, ഞങ്ങളെല്ലാം ജോലിക്ക് ഇൻ്റർവ്യൂ വിളിച്ചു. എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്തതെല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ തീസിസ് എഴുതിയെങ്കിലും ക്വാളിഫയിങ് എക്സാം പാസ് ചെയ്യെങ്കിൽ ഡിഗ്രി എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ ടീച്ചറോട് ഇന്ന് പറഞ്ഞു, ഞാനതിന് പോകുന്നില്ല, ഞാൻ ഇത് തീർത്തിട്ടേ പോകുന്നു. അത് അന്നേരം ആ പ്രിയ ടീച്ചർ പറഞ്ഞു, മാത്യു, ഒരു കാരണവശാലും പോകാതിരിക്കരുത്. നിൻ്റെ കൂടെ ഇൻ്റർവ്യൂ വന്നത് PhD-കാർ പലരുണ്ടായിരുന്നു, എന്നാൽ നിന്നെയാണ് ഫസ്റ്റ് റാങ്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നീ തീർച്ചയായിട്ടും പോയി ജോയിൻ ചെയ്യണം. മടങ്ങി വന്ന് 1 മാസത്തെ പണി കൊണ്ട് ഇത് തീർത്താൽ മതി എന്ന്. അങ്ങനെ സന്തോഷത്തോടെ പോയി ആ ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സയൻറ്റിസ്റ്റായിട്ട് എനിക്ക് ജോലി ആരംഭിക്കാനിടയായി തീർന്നു. എന്നാൽ വിശേഷം എന്ന് പറയുന്നത്, അവിടെ ചെന്നപ്പോഴും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നല്ല അവസരങ്ങൾ ദൈവം എനിക്ക് തന്നു. അവിടെ ചെന്ന് ഞാൻ ആൽപ്പാറ IPC ചർച്ചിൽ ചേരുവാനിടയായി തീർന്നു. എൻ്റെ പിതാവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അവിടെയുള്ള എല്ലാവർക്കും ഞങ്ങളെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ അവർക്കെല്ലാം വലിയ സന്തോഷമായി. അങ്ങനെ ആ ആൽപ്പാറ IPC സഭയിൽ 9 വർഷക്കാലം അവിടെ സംബന്ധിപ്പാനായിട്ട് കർത്താവ് ഇടയാക്കി. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ വളരെ ആഗ്രഹിച്ചു കർത്താവിന് വേലയിൽ തുടരണം. അവരെല്ലാം അതിന് വളരെ സഹായമായിരുന്നു. സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ ഔട്ട്റീച്ച് പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെയുള്ള വെറ്റിനറി കോളേജിൽ ഒരു ബൈബിൾ ക്ലാസ് ആരംഭിക്കാനായിരുന്നു. പോയി അവിടെ വേദപുസ്തകം പഠിച്ചുകൊണ്ട് കുട്ടികളെ ദൈവം അത്ഭുതകരമായി പല കുട്ടികളെ രക്ഷയിലെ നടത്തുവാനെന്ന് മുഖാന്തരമായിരുന്നു. എന്നാൽ എനിക്ക് IPC ആൽപ്പാറ സഭയിൽ നിന്ന് വിട്ടുപോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാര്യം വളരെ സന്തോഷമായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ട സ്റ്റുഡൻസ് പറഞ്ഞു, രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തിയിട്ട് അങ്ങ് പോയാൽ ശരിയാവത്തില്ലല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളെ പുലർത്തേണ്ട ഒരു ചുമതലയും നിങ്ങൾക്കില്ലേ? കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ട് അപ്പന്മാർക്ക് ഇങ്ങ് പാനൊക്കത്തില്ലല്ലോ, അവരെ പുലർത്തേണ്ട ചുമതലയും നിങ്ങൾക്കില്ലേ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ അതൊരു വിഷയമായി മാറി. ഞാൻ ചെന്ന് ഞങ്ങളുടെ അന്നത്തെ പാസ്റ്റർ CC ചാക്കോയോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ അർത്ഥം ബ്രദർ ശുശ്രൂഷയിലേക്ക് കാല് വെക്കണമെന്നുള്ളതാണ് ഫുൾ ടൈം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സന്നാഹങ്ങളും ചെയ്തു തരാം. മണ്ണുത്തിയിലുള്ള യൂണിവേഴ്സിറ്റിയുടെ അടുത്ത്
അവിടെ ഒരു സഭ ആരംഭിക്കണമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ എന്നെ അവിടെ കൊണ്ട് പ്രാർത്ഥിച്ച് അവിടെ ഒരു സഭ ആരംഭിക്കാൻ കർത്താവ് ഇടയായി തീർന്നു. അതാണ് ആദ്യത്തെ ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയിലേക്ക് ഞാൻ അന്നാണ് പ്രവേശിക്കുന്നത്. അത് ഏകദേശം 1984 എൻ്റെ ഓർമ്മ. 1984 അങ്ങനെ ഒരു ചെറിയ ഒരു സഭ അവിടെ ആരംഭിക്കാൻ ഇടയായി തീർന്നു. അന്ന് ഞാൻ ഈ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോലി ചെയ്യുകയാണെങ്കിലും മലബാറിന്റെ എല്ലാ പ്രദേശങ്ങളിലും എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കടന്നു പോകാനായിട്ട് ദൈവം ഇടയാക്കും. അതിനുള്ള വാഹനങ്ങളുണ്ട്, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും, ഡ്രൈവറും എല്ലാം. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞാൽ ഞാൻ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഈ വാഹനവുമായി പോയി പരസ്യയോഗം നടത്തുകയും രാത്രി യോഗം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ മലബാറിനെ കുറിച്ചുള്ളതായ ഒരു വിഷൻ കർത്താവ് എനിക്ക് തന്നു. അന്ന് മലബാർ ഇപ്പോഴത്തെ പോലെ സുവിശേഷിക്കപ്പെട്ടിട്ടില്ല. ആ മലബാർ പ്രദേശങ്ങളിൽ സുവിശേഷീകരണം നടക്കണം എന്നുള്ളതായ വലിയ ആഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ ആ മണ്ണുത്തിൽ ആരംഭിച്ച ആ സഭയ്ക്ക് ഇട്ട പേര് ബേഥേൽ മലബാർ ഇവാഞ്ചലിസ്റ്റിക് സെന്റർ എന്നാണ് പേരിട്ടത് തന്നെ. ആ പ്രവർത്തനങ്ങൾ സന്തോഷമായി മുന്നോട്ട് കടന്നു പോകുമ്പോൾ അനേകരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ ട്രെയിൻ ചെയ്യാൻ ഇടയായി തീർന്നു. IPCയുടെ ശുശ്രൂഷകനായി ഞാൻ ആ സഭയിൽ ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വേഗത്തിൽ എന്തെന്ന് പറയുണ്ടു, ഞാനായിരുന്ന സ്ഥാപനം എന്നെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എന്നെ ബ്രിട്ടനിലേക്ക് അയക്കണമെന്ന് തീരുമാനിച്ചു. ഡയറക്ടർ എന്നെ ഓഫീസിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ UK അയക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പാരൊക്കത്തില്ല, കാരണം ഞാനിവിടെ പല കാര്യങ്ങൾ ഇടപെട്ടിരിക്കുക, അങ്ങനെ ഒരു പോക്ക് നടക്കത്തില്ല. ഇല്ല, ഇപ്പം തന്നെ പോയൊക്കത്തുള്ളൂ, 1 മാസത്തിനുള്ളിൽ പോകണമെന്ന്. ഞാൻ വിഷമിച്ച് എങ്ങനെ സഭയെ കൊണ്ട് നടത്തണം. അവിടെ പല സംവിധാനങ്ങളും ഞാൻ ഭൗതികമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജോലിയുണ്ട്, ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചു. എങ്കിലും പ്രാർത്ഥിച്ചു. ദൈവ കൃപയാൽ ആ യാത്ര 1 വർഷം നീട്ടിക്കിട്ടി. അങ്ങനെ പിറ്റേ വർഷം അതേ സമയത്ത് എനിക്ക് സഭയുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് അതിന് ചുമതലക്കാരനെ ആക്കിയിട്ട് ഞാൻ UK കടന്നു പോകാനിടയായി തീർന്നു. അവിടെ 1 വർഷം പഠിച്ചു. അവിടെ പഠിത്തം പൂർത്തിയാക്കിയപ്പോൾ അവിടുത്തെ പ്രൊഫസർ എന്നോട് പറഞ്ഞു, മാത്യു, നീ ഒരു PhD എടുക്കണം. അതിനുവേണ്ടി നീ കാനഡയിൽ പോയിട്ട്, കാനഡയിലുള്ള യൂണിവേഴ്സിറ്റി ബ്രിട്ടീഷ് കൊളംബിയയാണ് ഞങ്ങളുടെ ഫീൽഡിൽ ഏറ്റവും ഉയർന്ന യൂണിവേഴ്സിറ്റി, നീ അവിടെ പോയി തന്നെ ഇതിന് പഠിക്കണം എന്ന് പറഞ്ഞു വളരെ അദ്ദേഹം എന്നെ നിർബന്ധിച്ചു. എന്ന് പറയണ്ടു, എനിക്ക് മടങ്ങി ഇന്ത്യയിലേക്കും പോകേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ ചെയ്ത ജോലിയിലേക്ക് എനിക്ക് മടങ്ങി പോകണം. എനിക്ക് നിർബന്ധം എന്നിൽ വന്നപ്പോൾ ഞാൻ കാനഡയിലേക്കൊരു വിസയ്ക്ക് അപേക്ഷിച്ചു. 3 ആഴ്ചക്കുള്ളിൽ എനിക്ക് കാനഡയ്ക്കുള്ള ഇമിഗ്രൻ്റ് വിസ കിട്ടാനിടയായി തീർന്നു. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഞാൻ ഇന്ത്യയിൽ തിരിച്ചു പോയി എൻ്റെ ജോലി രാജിവെച്ച് ഞാൻ മടങ്ങി ഇവിടെ കാനഡയിൽ വന്ന് ഒരു ഇമിഗ്രൻ്റായിട്ട് വരുവാനായിട്ട് കർത്താവ് ഇടയാക്കി. അങ്ങനെ 1988 ദൈവം ഞങ്ങളെ കാനഡയിലേക്ക് കൊണ്ടുവന്നു. അവിടെയുള്ളതായ കേരളത്തിൽ സ്ഥാപിച്ച സഭയുടെ ചുമതലയ്ക്ക് ഒരു പാസ്റ്റർ കുര്യാക്കോസിനെ ചുമതല ഏൽപ്പിച്ചു. വളരെ വിശ്വസ്തമായിട്ട് അദ്ദേഹം ആ പ്രവർത്തനത്തെ അത്യധികം വർദ്ധിപ്പിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായുള്ള കാര്യം അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുമായുള്ള സ്നേഹബന്ധം ദൈവം എനിക്ക് നൽകി. ശ്രേഷ്ഠരായ അനേക ദൈവദാസന്മാരെ എൻ്റെ ജീവിതമായി കാണുവാൻ, എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഇടപെടുവാൻ ദൈവം അയച്ചു. അവരെല്ലാം എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായിട്ട് ഞാൻ അവരെ കാണുന്നു. അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ അവരെന്നേക്കാളും പ്രാഗൽഭ്യമായി ചെയ്യുവാനായിട്ട് കർത്താവ് അവരെ ഇടയാക്കി. അങ്ങനെ ഞാനിവിടെ കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി വീണ്ടും ഒരു PhD ഞാൻ ചേർന്നു. 4 വർഷത്തിനുള്ളിൽ അത് തീർക്കുവാനായിട്ടും കർത്താവ് ഇടയാക്കി. ആ ഡിഗ്രി തീർന്നപ്പോൾ തന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഫാക്കൽറ്റി ആയിട്ട് എനിക്ക് ജോലി കിട്ടാൻ ഇടയായി തീർന്നു. എന്നാൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനോട് പറഞ്ഞു, ഞാനൊരു ചർച്ച് പാസ്റ്ററാണ്, എനിക്ക് ഈ 2 ജോലിയും കൂടെ കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എനിക്ക് ഈ ജോലി വേണ്ടത്. അദ്ദേഹം പറഞ്ഞു, മാത്യുവിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. മാത്യുവിൻ്റെ ഓഫീസിൽ തന്നെ ചർച്ച് ഓഫീസായിട്ട് വെച്ചോ, ജോലി നടക്കണമെന്നുള്ളതല്ല, അല്ലാതെ മാത്യുവിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന്. അത് ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറയുന്നു. ഞാൻ കേരളത്തിലായിരുന്നപ്പോഴും ഇവിടെ ആയപ്പോഴും എൻ്റെ ഭൗതികമായ ജോലിയോടൊപ്പം ശുശ്രൂഷയ്ക്കുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം എനിക്ക് നൽകിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഞാനിവിടെ കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു 3-4
മലയാളികളെ അന്ന് കണ്ടുമുട്ടാനിടയായി. അവരെന്നോട് ചോദിച്ചു, നമ്മൾക്കിവിടെ ഒരു മലയാളം കുടിവരം ഉണ്ടാകുവാൻ ഇടയില്ലേ? പാസ്റ്റർക്ക് അതിനൊരു ചുമതല എടുത്ത് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ളതായ കനേഡിയൻ പെന്തക്കോസ്റ്റ് അസംബ്ലീസ് ഓഫ് കാനഡയുടെ ഒരു മേജർ ചർച്ചാണ് റിച്ച്മണ്ട് പെന്തക്കോസ്റ്റ് ചർച്ച്. ആ സഭയിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ കടന്നില്ലേ, അവിടുത്തെ ശുശ്രൂഷകളുമായിട്ട് ചേർന്ന് വളരെ സന്തോഷമായിട്ട് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ സഭ വിട്ടൊരു പുതിയ ഒരു സഭ ആരംഭിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. എന്നാൽ ആ സഭയിൽ വെച്ച് നമുക്ക് ഒരു മലയാളം കുടിയേറിവ് ഒരു ശനിയാഴ്ച രാത്രിയിൽ നമുക്ക് നടത്താം എന്ന് പറഞ്ഞ് കേരള ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു ആരാധന റിച്ച്മണ്ട് പെന്തക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് ആരംഭിക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കി. അത് 1988 അങ്ങനെ ഒരു ആരാധനാ യോഗം അതവിടെ നടക്കുവാനിടയായി തീർന്നു. അത് ദൈവം അതിനെ വർദ്ധിപ്പിച്ചു. അതിപ്പോൾ അതൊരു സഭയായി മാറി. അതിന് സ്ഥാപനങ്ങളായി, അതിന് കെട്ടിടങ്ങളായി എല്ലാം പണിയുവാനും എല്ലാം ഇടയായി. 300-ൽ പരം വിശ്വാസികൾ കൂടുന്ന ഒരു നല്ല സഭയായിട്ട് കഴിഞ്ഞ 38 വർഷം അതിനെ പുലർത്തുവാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. എന്നാൽ 2015 എൻഡിൽ ദൈവാത്മാവിനെ പ്രേരിപ്പിച്ചു. 75 വയസ്സായി. ഇനിയും ഈ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന എന്നേക്കാൾ യുവത്വമുള്ളത്, എന്നേക്കാൾ എനർജി ഉള്ളതായ ആരെങ്കിലും അതിന് ചുമതലയായി തീരണം എന്നുള്ളതായ ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ട് അത് എൻ്റെ മറ്റ് സഭാ നേതാക്കന്മാരെ അറിയിക്കുകയും കർത്താവ് അത്ഭുതകരമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ എന്നോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഏകദേശം 2 വർഷക്കാലത്തേക്ക് അയച്ചു. അദ്ദേഹത്തോട് ചേർന്ന് ഞാനും പ്രവർത്തിച്ചു. 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ആ ചുമതല ഏൽപ്പിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് റിട്ടയർ ചെയ്തു. എന്നാൽ ഞാൻ ഇപ്പോഴും ആ കേരള ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ ഒരു ഫൗണ്ടിങ് പാസ്റ്ററായിട്ട് ഞാൻ തുടരുന്നു. എന്നാൽ സഭയുടെ മുഴുവൻ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി ആ കർത്താവിൻ്റെ ദാസനാണ്. ഞാൻ സന്തോഷത്തോടെ അവിടെ ശുശ്രൂഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ മലയാളികളുടെ ഇടയിൽ പ്രവർത്തനം ആരംഭിച്ചതിനോടൊപ്പം തന്നെ ഈ ദേശത്ത് ഏകദേശം 3 ലക്ഷത്തിൽ പരം പഞ്ചാബികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്. അവരുടെ ഇടയിൽ ഒരു പ്രവർത്തനം ആരംഭിക്കണം, അവർക്ക് സഭ സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. മലയാളികൾക്ക് ശനിയാഴ്ച പോയിട്ട് കുടിയേറവും മതി. എന്നാൽ പഞ്ചാബികൾ വെള്ളക്കാരുടെ സഭയിൽ പോകത്തില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള ദർശനം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് നൽകി. ഞാൻ 1988 മുതൽ ഈ ഇവിടെയുള്ളതായ പഞ്ചാബികളുടെ ഇടയിൽ ഭവന സന്ദർശനം നടത്തുകയും സുവിശേഷം അറിയിക്കുകയും പലരോടും ചേർന്ന് പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പഞ്ചാബിയിൽ രക്ഷിക്കപ്പെട്ട ഒരു പെന്തക്കോസ് പ്രവർത്തകനെ കർത്താവെ കണ്ടുമുട്ടാൻ ഇടയാക്കണമേ. അങ്ങനെയെങ്കിൽ അവരോട് ചേർന്ന് ഒരു സഭ സ്ഥാപിപ്പാനായിട്ട് ഇടയാകുമല്ലോ എന്ന് വിചാരിച്ചു. അതിനു മുമ്പ് ഹിന്ദിക്കാരുമായിട്ട് ചേർന്ന് ഹിന്ദി സഭ പ്രവർത്തനങ്ങൾ ഞാൻ സഹായിച്ചുകൊണ്ടിരുന്നു. അതുപോലെ ഒരു തമിഴ് സഭ ആരംഭിപ്പാൻ കർത്താവ് ഇടയാക്കി. അതിന് പ്രവർത്തനങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് ബ്രിട്ടനിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അംഗസ്നാനം പ്രാപിച്ച ഒരു പഞ്ചാബി സഹോദരനെ എൻ്റെ ഈ വാൻകൂവറിലേക്ക് അയപ്പാനിടയായി. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുവാനും അതിനുശേഷം ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് അദ്ദേഹം ആരംഭിച്ചു. ഞാൻ അതിനെ സഹായിച്ചു. തുടർന്ന് അതൊരു നല്ല സഭയായി അത് രൂപാന്തരപ്പെട്ടു. അത് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞ് അവർക്ക് നല്ല സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുവാനും ഇന്ന് വരെ അതിൻ്റെ സീനിയർ മിനിസ്ട്രി ലെവലിൽ ഞങ്ങൾ രണ്ടുപേരും അതിന് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഞാൻ രാജിവെച്ചിട്ടില്ല. എങ്കിലും ഞാൻ കേരള ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ച പോലെ സമയം അവിടെ ചെലവഴിക്കുന്നില്ല. എങ്കിലും ശുശ്രൂഷയിലും അഡ്മിനിസ്ട്രേഷനിലും ദീർഘവർഷങ്ങൾ ഞാൻ ചുമതല എടുത്തുകൊണ്ടിരുന്നു. ഇപ്പോഴും അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ആ സഭയെ അനുഗ്രഹിച്ചു. ആ സഭയൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ മുന്നോട്ട് പോയപ്പോഴാണ് മലയാളി സഹോദരന്മാർ പറഞ്ഞു, അതെ, പഞ്ചാബികൾക്ക് വേണ്ടി ആലയം പണിതല്ലോ, സഭയായാൽ എന്താ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത, കേരള പ്രദേശത്തിന് വേണ്ടി. അതിൻ്റെ അവരുടെ ആഗ്രഹം കണ്ടപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് മലയാളത്തിൻ്റെ ആരാധന ഞായറാഴ്ച ആരംഭിക്കുവാനും തുടർന്ന് സ്ഥലം വാങ്ങിച്ച് പള്ളി ചർച്ച് പണിയുവാനും അനുഗ്രഹമായ രീതിയിൽ ഇപ്പോൾ സഭ തുടരുവാനും കർത്താവ് ഇടയായിക്കൊണ്ടിരുന്നു. ഇന്നും കർത്താവിൻ്റെ വേലയെ തുടരുന്നു. സ്തോത്രം. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, മലബാറിനെ കുറിച്ചുള്ള ആ ഒരു ദർശനം എൻ്റെ ഹൃദയത്തിൽ കിടന്നതുകൊണ്ട് ഞാനിവിടെ വന്ന് 3 വർഷം കഴിഞ്ഞ് 1991 കേരളത്തിൽ മലബാർ സുവിശേഷീകരണത്തിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞാൻ കരുതി.
അങ്ങനെ ഞാൻ ഉൾപ്പെട്ടിരുന്നതായ റിച്ച്മണ്ട് പെന്റിക്കോസ്റ്റൽ ചർച്ചിൽ ഇന്ത്യ മിഷൻ എന്നുള്ള ഒരു സ്ഥാപനം 1991 ആരംഭിക്കാനിടയായി തീർന്നു. ആ ഇന്ത്യ മിഷന്റെ നേതൃത്വത്തിൽ മലബാറിൽ പ്രവർത്തനം ആരംഭിക്കുവാൻ കർത്താവ് ഇടയായി തീർന്നു. അങ്ങനെ മലബാറിനുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ പാസ്റ്റർ ബ്രദർ അന്നത്തെ ഡോക്ടർ കെ ടി ജോസഫുമായിട്ട് പരിചയപ്പെടുവാനും അദ്ദേഹം ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ 1991 തൊട്ട് 1993-98 വരെ മലബാറിൽ പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി തീർത്തു. ഞാൻ ഇവിടെയാണെങ്കിൽ എല്ലാ വർഷവും കടന്നുപോയി മലബാറിൽ ഞങ്ങൾ പാസ്റ്റേഴ്സ് കോൺഫറൻസും മറ്റുള്ള സംവിധാന കൺവെൻഷനുകളും നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ത്യ മിഷൻ്റെ ആയിട്ടൊരു ബോർഡ് അവിടെ ഉണ്ടാകുകയും ഡോക്ടർ കെ ടി ജോസഫ് അതിൻ്റെ ചുമതലയെടുത്ത് അന്നത്തെ കോഴിക്കോട്ടെ ഡിസ്ട്രിക്ട് പാസ്റ്ററായിരുന്ന പാസ്റ്റർ CJ എബ്രഹാം അതിൻ്റെ പ്രസിഡൻ്റായിട്ടും ജോസഫ് സാർ അതിൻ്റെ സെക്രട്ടറിയുമായിട്ടും ദീർഘവർഷങ്ങൾ സേവനം അനുഷ്ഠിച്ചു. അവരുടെ മഹനീയമായ ശുശ്രൂഷയെ ഞാൻ മാനിക്കുന്നു. ഞാൻ അവരെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അവരുടെ പ്രവർത്തന മുഖാന്തരം മലബാറിൽ 65ഓളം സഭകൾ, അനുഗ്രഹിക്കപ്പെട്ട സഭകൾ സ്ഥാപിക്കാനിടയായി. ആ സഭകളെല്ലാം ഇപ്പോൾ IPC സഭകൾ എന്നറിയപ്പെടുന്നു. കർത്താവ് അനുഗ്രഹമായ ശുശ്രൂഷ നിർത്തിയോർത്ത് സ്തോത്രം. എന്നാൽ 1993 ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു. ഈ മലബാറിലെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി കടന്നു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചുമതല അവിടെയുള്ളത് CJ എബ്രഹാം, ജോസഫ് സാറും ഒക്കെ നന്നായി നടത്തിക്കൊണ്ട് പോവുകയാണ്. എൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഒരു ദിവസം, കർത്താവേ, മിഷൻ പ്രവർത്തനങ്ങളിൽ ഇത്തിരി കൂടെ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തോട്ട് അയച്ചാലും പോകാൻ തയ്യാറാണ് എന്നൊരു രാത്രി ഞാൻ പ്രാർത്ഥിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു. വേഗത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ ഹൃദയത്തിൽ ആ ശബ്ദം കേട്ടത്, ക്യാൻ യു ഗോ ടു ബീഹാർ? ബീഹാറിലേക്ക് പോകാമോ എന്നൊരു ശബ്ദം എൻ്റെ ഹൃദയത്തിൽ കേട്ടു. ആ ശബ്ദം ഇന്നും എൻ്റെ ഹൃദയത്തിൽ മാറ്റിൽ കൊണ്ട് ഇരിക്കുന്നു. അന്ന് രാത്രി ഞാൻ പറഞ്ഞു, കർത്താവേ, പോകാം. പക്ഷെ എനിക്ക് ബീഹാറിനെ കുറിച്ചൊരു അറിവില്ല. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പാസ്റ്റർ KC ജോണുമായിട്ടും ജോസഫ് സാറുമായിട്ടും പങ്കിട്ടു. അവരിരുവരും വളരെ സന്തോഷത്തോടുകൂടി ഇതിനെ കൂടെ നിൽക്കാൻ, ഇതിനു വേണ്ടി സഹകരിക്കുവാൻ അത്യധികമായ താല്പര്യം കാണിച്ചു. അങ്ങനെ ഞങ്ങൾ മൂവരും ഒരുമിച്ച് ബീഹാറിൽ കടന്നു ചെന്ന് 1994 ബീഹാറിലെ പ്രവർത്തനം ആരംഭിക്കാനിടയായി തീർന്നത്. അതൊരു ചരിത്രമെന്ന് പറയേണ്ടു. കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിച്ചു. ഞങ്ങൾ കടന്നു പോകുമ്പോൾ ബീഹാർ ദി ഗ്രേവ് യാർഡ് ഓഫ് മിഷണറിമാരുടെ ശവപ്പുറം എന്നറിയപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ അവിടെ ചെയ്തു. അതിന് ഒരു വിധമായ ശ്രേഷ്ഠത എനിക്ക് പറയാനില്ല. കാരണം ഞാൻ ആ വിഷൻ കൈമാറിയതേ. എന്നാൽ അതിൻ്റെ മധ്യേ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ ദൈവം അവിടെ അയച്ചു. ജോസഫ് സാറ്, അതിനുശേഷം ഡോക്ടർ എബി മാത്യു, അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട പല ദൈവീയ ശുശ്രൂഷകന്മാരെയും ദൈവം അവിടേക്ക് അയച്ചു. പാസ്റ്റർ MK ബേബി, പാസ്റ്റർ ബേബി P എബ്രഹാം, പാസ്റ്റർ ജേക്കബ് ഐനിക്ക, പാസ്റ്റർ ബിജു ഐസക്, പാസ്റ്റർ ബിജു ചാക്കോ, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട പല ദൈവദാസന്മാരെ അവിടേക്ക് അയച്ചു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായി ആ ശുശ്രൂഷയുടെ നേതൃത്വം ഡോക്ടർ എബി മാത്യു നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അത്യന്തം നന്ദിയും സന്തോഷമുള്ളവനാണ്. കാരണം ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ അവരേവരും ഒട്ടും തന്നെ അതിൽ ഉദാസീനത കാണിക്കാതെ പൂർണ്ണ വിശ്വസ്തയോടും പൂർണ്ണ ത്യാഗത്തോടും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2000-ലേറെ സഭകൾ ആ ദേശത്തുണ്ടാകുവാൻ അവരുടെ പ്രവർത്തന മുഖാന്തരം ഇടയായി തീർന്നു. ഞാനതിൽ വളരെ കുറഞ്ഞ പ്രവർത്തനങ്ങളിൽ ഞാൻ ഉൾപ്പെട്ടിരുന്നുള്ളൂ. എന്നാൽ അവർ ചെയ്ത ശ്രേഷ്ഠ പ്രവർത്തനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വർഷവും പോയി അവരെ കാണുകയും അവർ ശുശ്രൂഷയോടൊപ്പം പല കാര്യങ്ങൾ ചെയ്യുവാനും ദൈവം എനിക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് അവരുടെ പ്രവർത്തനങ്ങളെ അത്യധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ, അതേ പറയാനുള്ളൂ. എന്നാൽ തുടർന്ന് ഈ പ്രവർത്തനങ്ങൾ ബീഹാറിൽ മാത്രമല്ല, മറിച്ച് മറ്റ് പല രാജ്യങ്ങളിലേക്കും വ്യാപിപ്പാനിടയായി തീർന്നു. ആ കാലത്ത് ദൈവം റഷ്യയെ പറ്റി ദർശനം തരുവാനും ആ റഷ്യയിലെ പ്രവർത്തനം ആരംഭിപ്പാൻ പോകുവാനും അവിടെ പ്രവർത്തനം ആരംഭിപ്പാൻ ദൈവം ഇടയാക്കി. അതോടൊപ്പം തന്നെ യുക്രൈനിലും പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കി തന്നു. അവിടെ പോയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ളതായ മൊറീഷ്യസ് രാജ്യത്ത്
ഒരു ശുശ്രൂഷ ആരംഭിക്കാൻ കർത്താവ് സഹായിച്ചു. അവിടെ ഒരു ബൈബിൾ കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ അനുഗ്രഹിക്കപ്പെട്ട പാർട്ട്നേഴ്സിനെ കർത്താവ് അവിടെയും തന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ കേരളത്തിൽ ഒരു സെന്റർ ഫോർ ഗ്ലോബൽ മിഷൻ സ്ഥാപനം ആലുവയിൽ സ്ഥാപിക്കാൻ ദൈവമിടയാക്കി തീർത്തു. അതിൻ്റെ ചുമതലയെടുത്ത് അനുഗ്രഹമായി എന്നെ നടത്തുന്നത് ഡോക്ടർ ജേക്കബ് മാത്യു ആണ്. അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായ സേവനത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ഞാൻ ഇന്ത്യയിൽ പോകുന്നത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ല, വിശ്വസ്തമായി പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെ അവരെ സല്യൂട്ട് ചെയ്യാൻ മാത്രമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അതെല്ലാം കാണുവാൻ സന്തോഷിപ്പാൻ ഉള്ള ഇട ദൈവം തരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആരും തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു പൈസ ആരോടും ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നാൽ കർത്താവ് ആവശ്യത്തിന് അധികമായി അതിന് വേണ്ടുന്ന സകല സന്നാഹങ്ങളും ഇന്നുവരെയും നടത്തി. ഞാൻ പറഞ്ഞത് 1991 മുതൽ നോക്കുമ്പോൾ ഏകദേശം 34 വർഷത്തോളം ദൈവം അത്ഭുതകരമായ വിശ്വാസത്തിൽ കൂടി കർത്താവിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും തന്നു. ബീഹാറിലാണെങ്കിൽ നല്ല സ്ഥാപനങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാക്കുവാൻ ദൈവം ഇടയാക്കി. ആലുവയിലാണെങ്കിൽ ഒരു സ്ഥാപനം, ഒരു പ്രിയ കുടുംബം വളരെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് പ്രവർത്തനത്തിനായി തരുവാൻ ആലുവയിൽ UC കോളേജിന് മുമ്പിലുള്ള നല്ലൊരു സ്ഥാപനം ഞങ്ങൾക്ക് പൂർണ്ണമായി അവർ വിട്ടു തരുവാനായിട്ട് ദൈവം ഇടയാക്കി. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനം എന്നല്ലാതെ അതേപ്പറ്റി എന്താ പറയാനുള്ളത്? നമ്മളെപ്പോഴും അപ്രയോജനപ്പെടുത്തിയെന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല. കർത്താവ് തൻ്റെ വഴിയിൽ ഈ പ്രവർത്തനങ്ങളെ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ളതായ സെന്റർ ഫോർ ഗ്ലോബൽ മിഷൻ അവരുടെ ഇനിഷ്യേറ്റീവ് അനുസരിച്ച് അവർ യുഗാൻഡയിലെ പ്രവർത്തനം ആരംഭിച്ചു. അവിടെയും ബൈബിൾ സ്കൂൾ നടത്തുന്നു. അനേക സ്ഥലങ്ങളിൽ സഭകൾ ആരംഭിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ വിഷൻ പകർന്നു കൊടുക്കുന്നു, അവരത് നടത്തുന്നു. അല്ലാതെ അതിനുപ്പുറമായിട്ടൊന്നും ചെയ്യുവാൻ നമ്മെ കൊണ്ട് കഴിയുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങളെ ഞാൻ അത്യധികമായി അവരെ ആദ്യമായി കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചതനുസരിച്ച് സൗത്ത് അമേരിക്കയിലുള്ളതായ സുരിനാം എന്ന രാജ്യത്തും പ്രവർത്തനം ആരംഭിക്കാൻ കർത്താവ് അവിടെയാക്കി തീർന്നു. അവിടെയും ബൈബിൾ ടീച്ചിങ്ങും അതുപോലെ തന്നെ സഭാസ്ഥാപനത്തിനും വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് ആ പ്രവർത്തനത്തെ അനുഗ്രഹിക്കാനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ ഞാൻ അടുത്ത ഫെബ്രുവരി മാസത്തിൽ മഡഗാസ്കർ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ രാജ്യത്ത് കടന്നുപോയി കർത്താവ് ശുശ്രൂഷ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ പോകാൻ താല്പര്യപ്പെട്ട് ഞാൻ മൊറീഷ്യസിൽ ചെന്നിരുന്നു. അവിടെ നിന്നാണ് പോകേണ്ടത്. എന്നാൽ അന്ന് ആ രാജ്യത്തുണ്ടായ പൊളിറ്റിക്കൽ കലാപം മുഖാന്തരം അവിടത്തേക്ക് പോകാൻ ഇടയായില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾക്കെല്ലാം ശമനമായി. തുടർന്ന് ആ പ്രോഗ്രാം എല്ലാം വീണ്ടും അറേഞ്ച് ചെയ്ത് ദൈവം അനുവദിച്ചാൽ ഫെബ്രുവരി മാസം അവസാന ദിവസങ്ങളിൽ ഞങ്ങൾ മഡഗാസ്കറിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കർത്താവ് അവിടെ ഇവിടെയും ലോകത്തിന്റെ നാനാഭാഗത്തും കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നേ വ്യക്തമായി അറിയുന്നു, നമ്മെ ഏൽപ്പിച്ച കാര്യം നാം ചെയ്താൽ ശ്രേഷ്ഠരായ ദൈവദാസന്മാരെ കർത്താവ് അതാത് സ്ഥലങ്ങളിൽ തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉയർത്തും. അവരാണ് പ്രവർത്തിക്കുന്നത്, അവരാണ് ഫലം കായ്പിക്കുന്നത്. ഞാനത് കണ്ട് സന്തോഷിക്കുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ. എങ്കിലും ദൈവം എനിക്ക് നൽകിയ ആ ഒരു ദൗത്യം അത് അവരുടെ പക്കൽ ഏൽപ്പിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. ഇന്നോളം സഹായിക്കുന്നു. തുടർന്ന് എത്ര നാളിത് ചെയ്യുവാൻ ആരെയും പറയാൻ ഇടയാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ കർത്താവിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു. ഇതിനിടെ ഒരു കാര്യങ്ങൾ ഓർപ്പിക്കാൻ നന്നായിരിക്കും. ഈ ശുശ്രൂഷയുടെ മധ്യേ ഞാൻ യൂണിവേഴ്സിറ്റി ജോലിയും ശുശ്രൂഷ ചെയ്യുമ്പോൾ 2000 എൻ്റെ 2 കിഡ്നി നഷ്ടപ്പെടാനിടയായിട്ടു. ഞാൻ ഒരു കിഡ്നി രോഗിയായിട്ട് 7 വർഷം ഞാൻ ഡയാലിസിസിലായിരുന്നു. ആ 7 വർഷം ഡയാലിസിസിലായിരിക്കുന്ന സമയത്തും എനിക്ക് എൻ്റെ ആത്മീയ ശുശ്രൂഷയും ഭൗതിക ജോലിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ ഞാൻ എൻ്റെ ഭൗതികമായ ജോലി വിട്ടു. എന്നാൽ എൻ്റെ ആത്മീയ പ്രവർത്തനങ്ങൾ തുടരുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. ആ ഡയാലിസിസോട് കൂടിയാണെങ്കിലും ഇന്ത്യയിലൊക്കെ കടന്നുപോയി പ്രവർത്തിപ്പാൻ കർത്താവ് ഇടയാക്കി. എന്നാൽ 7 വർഷത്തിന് ശേഷം 2003 കർത്താവ് എനിക്ക് അനുഗ്രഹീതമായ ഒരു ട്രാൻസ്പ്ലാന്റ് ലഭിക്കാൻ ഇടയാക്കി തീർത്തു. ഇപ്പോൾ ഏകദേശം 18 വർഷം കഴിഞ്ഞ് 19ാമത്തെ വർഷത്തിൽ ഞാൻ പ്രവേശിക്കുകയാണ്. ട്രാൻസ്പ്ലാന്റ് കിഡ്നി അനുഗ്രഹമായി അത് പ്രവർത്തിക്കുന്നു. കർത്താവ് തരുന്നത്തോളം കാലം ഭൂമിയേറ്റത്തോളം പോയി തൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഇന്നയോളം നടത്തുന്നു. ഒന്നിനും പ്രശംസിപ്പാനില്ല. എല്ലാം കർത്താവിൻ്റെ ദയ, കർത്താവിൻ്റെ കരുണ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഭൂമിയിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് ദൈവം തന്നിട്ടുള്ള സഹപ്രവർത്തകർ. അവരെ ആരെയും തന്നെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല.
കാര്യം അവരെന്നേക്കാളും ശ്രേഷ്ഠരാണ്. അവരെന്നേക്കാളും പ്രവർത്തനത്തിന് സന്നദ്ധരാണ്. അവര് സഹിക്കുന്ന പ്രയാസങ്ങളും കഷ്ടങ്ങളും ഞാൻ സഹിക്കുന്നില്ല. എന്നാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ നിലനിൽക്കുന്നു. അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ആ നല്ല സേവകർക്കായിട്ട്, നല്ല ശുശ്രൂഷകർക്കായിട്ട്, നല്ല സ്നേഹിതർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലരും മിഷൻ പ്രവർത്തന രംഗത്ത് പലവിധമായ പരാതികൾ പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. അനുഗ്രഹിക്കപ്പെട്ട ദേവാസന്മാർക്കായും ദാസന്മാർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലായിടങ്ങളിലും പ്രവർത്തനം അനുഗ്രഹമായി നടക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയും സഭ വളരെ അനുഗ്രഹമായി ദിനംപ്രതി പുതിയ ആത്മാക്കൾ സഭകൾ വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് സഭകളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദയവായി അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് എൻ്റെ സാക്ഷ്യം. ഇതിൻ്റെ സാക്ഷ്യം നാം പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതുകൊണ്ട് എന്താ ഗുണം? എനിക്ക് പറയാനുള്ളൊരു കാര്യം, കൃപയാൽ സാധ്യമാണ്. നമ്മൾ അസാധ്യമാണെങ്കിൽ ദൈവ കൃപയാൽ സാധ്യം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം ഒരിക്കലും പുകഴുവാൻ ഇടയാകരുത്. കാരണം കൃപയാൽ മാത്രം. ശുശ്രൂഷയിൽ ഒരു കാര്യം ഞാൻ പറയുന്നത് നന്നായിരിക്കും. ദൈവിക ശുശ്രൂഷയിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രധാന പോരായ്മ, കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ കടൽ കടന്നുപോയി ആളുകളെ പ്രോസിലേറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ മതം മാറ്റി അവരെ യഹൂദരാക്കി തീർത്ത് അവർ കൊണ്ടുവരുന്നു. എന്നാൽ അതിനുശേഷം അവരുടെ ചുമടിൽ വലിയ ചുമട് വെക്കും. ഒരു ചെറിയ വിരൽ കൊണ്ട് പോലും അതിനെ താങ്ങിക്കൊടുക്കുകയില്ല. നമ്മുടെ പെന്തക്കോസ്ത് കോളത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം അതാണ്. നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടു, കൃപയാൽ വീണ്ടുജനനം പ്രാപിച്ചു. ഞാൻ റോമാലേഖനം പഠിക്കുമ്പോൾ പറയുന്നു, ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ്, ആരംഭം മുതൽ അവസാനം വരെയും കൃപയാൽ ജീവിക്കുന്നു. രക്ഷിക്കപ്പെടുവാൻ കൃപ എത്രമാത്രം ആവശ്യമായിരുന്നോ അതിലേറെ കൃപ ആവശ്യമാണ് ഓരോ ദിവസവും. നമ്മുടെ ജീവിത അന്ത്യം വരെ നമ്മുടെ സകല പ്രവർത്തനങ്ങളും കൃപയിൽ അധിഷ്ഠിതമാണ്. നാം എന്ത് ചെയ്താലും അപ്രയോജനപ്പെടുത്തിയെന്ന് മാത്രമേ പറയുവാൻ നമുക്ക് കഴിയുള്ളൂ. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത്, നാം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞിട്ട് സന്തോഷകരമായി ആരാധിച്ച ജീവിതം ആരംഭിക്കുമ്പോൾ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ഇതും കൂടെ ചെയ്യണം, ഇതും കൂടെ ചെയ്യണം, ഇതും കൂടെ ചെയ്യണം, ഇതും കൂടെ പാലിക്കണം എന്ന് പറഞ്ഞ് എടുക്കാൻ വയ്യാത്ത ചുമട് അവരുടെ മേൽ വെച്ച് ലീഗലിസം വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് കാഷ്വാലിറ്റി, ആദ്യത്തെ പ്രശ്നം വരുന്നത് ആത്മാവിന്റെ വ്യാപാരം നിൽക്കും. എവിടെ കൃപയിൽ നിന്ന് മാറി പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നുവോ അവിടെ നമ്മുടെ ആത്മാവിന്റെ വ്യാപാരം നിന്നു. അതാ പൗലോസ് ഗലാത്യർക്ക് എഴുതുമ്പോൾ പറയുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയവരാണ്. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ എങ്ങനെ ജഡത്തിൽ അവസാനിച്ചു? അവിടെ ജഡത്തിൽ അവസാനിച്ചെന്ന് താൻ പറയുമ്പോൾ എന്തെങ്കിലും മദ്യപിച്ചെന്നോ വ്യഭിചാരം ചെയ്തെന്നോ പാപം ചെയ്തെന്നോ അല്ല അത് അർത്ഥമാക്കുന്നത്. ജഡത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു എന്നും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ജഡത്തിന്റെ പ്രവൃത്തികളിൽ കൂടി നാം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക, ഒരിക്കലും അത് നടപ്പില്ല. അതുകൊണ്ട് ലഭിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൃപയുടെ നടത്തിപ്പില്ലാതായി തീരും. ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ ദൈവപുത്രൻ എന്നറിയപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ സഭകളിൽ കൃപയുടെ ശുശ്രൂഷ ഒരു മനുഷ്യ ഹൃദയത്തിൽ, വിശ്വാസ ഹൃദയത്തിൽ നാം ഓരോ ദിവസവും കൂടി വരുമ്പോൾ അവർക്ക് അവരുടെ ഹൃദയത്തിലുള്ള ക്രിസ്തുവിനെ ഒന്ന് ഉയർത്തുവാൻ, അവനെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒന്ന് ചലിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ നാം കൃതാർത്ഥരായി തീർന്നു. സഭയുടെ ശുശ്രൂഷയുടെ കേന്ദ്ര ബിന്ദു അതാണ്. അവന്റെ കുറവുകളെ കാണിച്ചു കൊടുത്ത് അവനെ കണ്ടം ചെയ്യാനല്ല, മറിച്ച് അവന്റെ കുറവുകളെ ഓവർകം ചെയ്യുവാൻ ആവശ്യമായ ദൈവങ്ങളെ അവൻ വ്യാപരിക്കപ്പെടുവാൻ അവനിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ശുശ്രൂഷ. ഇത് ചെയ്യാത്തടത്തോളം കാലം സഭ ലീഗൽസിക്കായി പോവും. അത് കഴിയുന്നതോടെ ദൈവാത്മാവിന്റെ വ്യാപാരം നിൽക്കും.
പിന്നെ നാം വ്യാപാരം ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് ദൈവത്തിന്റെ ആത്മാവിലല്ല, അത് മനുഷ്യാത്മാവിലായിത്തീരും. അതാണ് സഭയുടെ ഏറ്റവും വലിയ പതനം. എന്നാൽ മറിച്ച് ഇന്ന് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ കൃപയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതൊന്നും തന്നെ ഞാൻ ആധാരമല്ല. ക്രിസ്തുവിന്റെ കൃപയാൽ നിലനിൽക്കുന്നു. ഞാൻ സഹോദരന്മാരെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയും, നാം ആ പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ സഭ ഈ ലോകത്തിലുള്ള സകലത്തെക്കാൾ ശ്രേഷ്ഠം. സഭയേക്കാൾ വലുതായി ഭൂമിയിൽ ഒന്നുമില്ല. ആ സഭയെ ശുശ്രൂഷിക്കുമ്പോൾ നാം ഇത് മനസ്സിലാക്കണം, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ നാം ശുശ്രൂഷിക്കണം. അപ്പോൾ നാം ആ പുൽപ്പിറ്റ്, ഒരു സഭയിലുള്ള പുൽപ്പിറ്റ്, അത് ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കണം. മറ്റൊന്നും അവിടെ പ്രസംഗിപ്പാൻ പ്രസക്തിയില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ യാതൊന്നും ആ പുൽപ്പിൽ നിന്ന് നാം പ്രസംഗിപ്പാൻ ഇടയായിത്തീരരുത്. നമ്മുടെ രാഷ്ട്രീയ ആശയങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലീഗലിസ്റ്റിക് ചിന്തകളോ ഒന്നും പ്രസംഗിപ്പാനുള്ള കാര്യമല്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ യാതൊന്നും സഭയിലെ പുൽപ്പിറ്റിൽ പ്രസംഗിപ്പാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ സഭയുടെ പുൽപ്പിലെ ശുശ്രൂഷകന്മാർ കയറി നിൽക്കുമ്പോൾ അവിടെ മുമ്പിൽ ഇരിക്കുന്ന ജനത്തോട് ക്രിസ്തുവിനോടുള്ള ബഹുമാനം തോന്നുന്നില്ലെങ്കിൽ പ്രസംഗിക്കരുത്. അവിടെ ഇരിക്കുന്ന സാധുക്കളായ ജനമാണെങ്കിലും ഒരിക്കലും മറക്കരുത്, അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. എന്തെല്ലാം പോരായ്മയുള്ളവരാണെങ്കിലും അത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ക്രിസ്തുവിനോടുള്ള അതേ ബഹുമാനം ആ സഭയോട് തോന്നുന്നില്ലെങ്കിൽ നാം ആ സഭയുടെ പുൽപ്പിറ്റിൽ ശുശ്രൂഷിപ്പാൻ യോഗ്യരല്ല. എല്ലായ്പ്പോഴും നമുക്കങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. എന്താ ചെയ്യേണ്ടത്? അങ്ങോട്ട് മാറിക്കൊടുക്കുക. അങ്ങനെ ചെയ്യുവാൻ കഴിവുള്ളവർ ശുശ്രൂഷിക്കട്ടെ. ഒരുപക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. എല്ലായ്പ്പോഴും കൃപയുടെ മൂർത്തന അവസ്ഥയിൽ നിൽക്കുവാൻ ആരെക്കൊണ്ട് കഴിയുകയില്ല. എന്നാൽ നമ്മൾ കൃപ കുറയുമ്പോൾ ഒന്ന് മാറിക്കൊടുത്ത് വേറെ ആൾ ശുശ്രൂഷിപ്പാൻ ഏൽപ്പിച്ചാൽ മതി. സഭ അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ മാത്രം ശുശ്രൂഷെങ്കിലേ ശരിയാകൂ എന്ന് പറഞ്ഞ് പിടിച്ചു നിന്നാൽ കുറെ കഴിയുമ്പോൾ ശുശ്രൂഷിക്കുന്നത് കൃപയല്ല, അത് ലീഗലിസമായിരിക്കും മാറും. ഈ കാര്യങ്ങൾ സഭ ഗ്രഹിച്ചെങ്കിൽ, സഭ നേതാക്കന്മാർ ഗ്രഹിച്ചെങ്കിൽ, ശുശ്രൂഷകർ അത് ഗ്രഹിച്ചെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഞാൻ കണക്കാക്കും. ലോകത്തിലുള്ള ഏറ്റവും വലിയ ദൈവസഭയാണ്. അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. നാം അത് ചിന്തിക്കുന്നതും അത് ധ്യാനിക്കുന്നതും നല്ലതായിരിക്കും എന്നീ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ എന്റെ സാക്ഷ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു. കൃപയിൽ ആശ്രയിക്കുക, കൃപയിൽ ആശ്രയിക്കുക. ദൈവം ശ്രേഷ്ഠകരമായി നിങ്ങളെ നടത്തും. ശ്രേഷ്ഠകരമായ ദൈവം നിങ്ങളെ നടത്തും. അതിനുവേണ്ടി കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിച്ചാണ്ട് ആയി ധൈര്യപ്പെടേണ്ട. നമ്മുടെ യാതൊരു പുണ്യപ്രവർത്തനവും കൊണ്ടല്ല. പ്രവാചകത്തിൽ പറയുന്ന പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. എന്ന് പ്രവർത്തിക്കാത്തവന്, അഭക്തനെ നീതീകരിക്കുന്നവൻ നൽകുന്നത് അത് ദാനമാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം ദാനമാണ്. ഓരോ ദിവസത്തെ ശുശ്രൂഷ ദാനമാണ്. നമ്മുടെ രക്ഷദാനമാണ്. അത് ഓർത്ത് നിരന്തരം ദൈവത്തെ നമുക്ക് നന്ദി കരയേറ്റാം. മറ്റുള്ളവരെ വിധിപ്പാൻ യേശു പറഞ്ഞു, ഐ കെയിം നോട്ട് ടു കണ്ടം എനിവൺ. ഞാൻ ആരെയും ന്യായം വിധിപ്പാൻ വന്നതല്ല, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ ആ കേന്ദ്രബിന്ദുവിലായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ക്രിസ്തുവിനെ എവിടെ ഉയർത്തിക്കാട്ടുവാൻ, ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ ആവശ്യമായ ദൈവകൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം നൽകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ച ഒരു ചെറിയ ആലോചന നിങ്ങളുടെ മുമ്പാകെ വെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു. അവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്. പുറപ്പെട്ട് പദൻ അരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെഥൂവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്ന് നിനക്കൊരു ഭാര്യ എടുക്കാം. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താന പുഷ്ടി ഉള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിനും കൊടുത്തതും
നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. നാം ഒരു പുതുവർഷത്തെ മുന്നോട്ട് നോക്കിയ എല്ലായ്പ്പോഴും മനുഷ്യ ഹൃദയങ്ങളിൽ ഒരാകാംക്ഷ എന്താന്ന് വെച്ചാൽ എന്താണ് ഭാവി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, ഇനി ഒരു ജീവിതത്തിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള ആകാംക്ഷ, അഥവാ ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷ എല്ലാ ഹൃദയങ്ങളെയും ഒന്നല്ലെങ്കിൽ വേറെ വിധത്തിൽ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ നാം വായിക്കുന്നു, ദൈവത്തിന്റെ ദാസനായ യാക്കോബിനെ തന്റെ പിതാവായ ഇസഹാക്ക് അനുഗ്രഹിച്ച് പദൻ അരാമിലേക്ക് അയക്കുക. ഇവിടെ യാക്കോബ് അതിനു മുമ്പുള്ള ജീവിതം എടുത്താൽ വളരെ കോംപ്ലക്സ് ആയിരുന്നു ജീവിതം. തന്റെ സഹോദരനുമായി അവർ ഇരട്ട പിറന്നതാണ്. താൻ ജനിക്കുന്നതിന് ഒരു ചില നിമിഷം മുമ്പെയാണ് തന്റെ സഹോദരൻ ജനിച്ചത്. യഹൂദ മതപ്രകാരം, അല്ലെങ്കിൽ ആചാരപ്രകാരം പൈതൃകമായ അനുഗ്രഹങ്ങൾ മൂത്ത പുത്രനിലേക്ക് പകരപ്പെടുന്ന ഒരാശയം ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവർ ഇരുവരും രണ്ട് സ്വഭാവക്കാരായിരുന്നു. മൂത്ത യേശാവ് താൻ എപ്പോഴും വേട്ടയാടുന്നതിലും കായികമായ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയുള്ളവനായിരുന്നു, ഭക്ഷണപ്രിയനുമായിരുന്നു. എന്നാൽ യാക്കോബ് എപ്പോഴും ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അധിക സമയം ചെലവഴിക്കുന്ന, അമ്മയോട് ചേർന്ന് ചെലവഴിക്കുന്ന ഒരു മകനായിട്ട് വീട്ടിൽ വളർന്നു. എന്നാൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മാതാവിനോട് ദൈവം സംസാരിച്ചു, നിന്റെ ഉദരത്തിൽ 2 ജനമുണ്ട്, മൂത്തവൻ ഇളവനെ സേവിക്കും. അത് യഹൂദ ആചാരം അനുസരിച്ച് അത് അസാധ്യമാണ്. എന്നാൽ ദൈവം സംസാരിക്കുന്നത് എല്ലാം സാധ്യമാണ്. എല്ലാത്തിൻ്റെയും ഉടയൻ ദൈവമാണ്, എല്ലാത്തിനെയും നയിക്കുന്ന ദൈവമാണ്. അങ്ങനെ ജനിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയിൽ നിന്ന് ലഭിച്ചിരിക്കും തനിക്ക് ആ വാർത്ത. ആ അമ്മ ആ വാർത്ത മകന് കൊടുക്കുക മാത്രമല്ല, അവനത് ലഭിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അമ്മ അവനോട് സഹായിക്കുകയും ചെയ്തു. അത് നമുക്കെല്ലാം സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഏശാവ് വേട്ട കഴിഞ്ഞ് വന്നപ്പോൾ, വളരെ വിശന്നും ദാഹിച്ചും വന്നപ്പോൾ, യാക്കോബ് ഉണ്ടായിക്കൊണ്ടിരുന്നതായ ആ സൂപ്പിന്റെ അംശം വേണമെന്ന് ചോദിച്ചപ്പോൾ, യാക്കോബ് തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് നിറവേറിക്ക് വേണ്ടി അവൻ കാത്തിരിക്കുക. തക്ക സമയത്ത് അവൻ പറഞ്ഞു, ഞാൻ ഇതങ്ങ് നിനക്ക് തരാം, ജ്യേഷ്ഠാവകാശം തരാമോ? അപ്പോൾ യേശാവ് പറഞ്ഞു, എനിക്കെന്തിനാ ജ്യേഷ്ഠാവകാശം, ഞാനിപ്പോൾ മരിപ്പാൻ പോകുക വിശന്നിട്ട്. നോക്കണേ അവന്റെ ചിന്ത, അവൻ 1 ആഴ്ച ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മരിക്കത്തില്ല. എന്നാൽ അവന്റെ ചിന്ത ഈ ജ്യേഷ്ഠാവകാശത്തെ അവൻ തള്ളിക്കളി. പിന്നീട് അവൻ നിലവിളിച്ചു എന്ന് നാം വായിക്കുന്നു. എന്നാൽ അവൻ ആ നിമിഷം അത് വിട്ടുകളഞ്ഞു. അപ്പൊ സ്വാഭാവികമായി യാക്കോബ് വാങ്ങിയതാ. കുടുംബത്തിൽ കലഹമായി. അവസാനം യാക്കോബിനെ കൊന്നുകളയുമെന്നുള്ളതാണ് ചിന്തയുണ്ടായി. കുടുംബത്തിൽ വലിയ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അമ്മ അപ്പനോട് പറഞ്ഞു, നമുക്ക് ഇവനെ അങ്ങ് പറഞ്ഞു വിടാം. അങ്ങനെ സുഖകരമായി ജീവിച്ച് യാതൊരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിനില്ലാതെ ഇരിക്കുമ്പോഴും, പക്ഷെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സുരക്ഷിതത്തിൽ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു യാക്കോബ്. എന്നാൽ ഇതാ ഒരു ദിവസം ഒരു ബാഗുമായിട്ട് വീട്ടിൽ നിന്നിറങ്ങുന്നത്. ദൂരെ ഒരു ഭാവി കണ്ടിട്ട് താൻ യാത്ര ചെയ്യെങ്കിലും വരുവാനുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് അവനില്ലായിരുന്നു. എന്നാൽ അവനറിയാം അവന്റെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തമാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നത് മാത്രം അവനറിയാം. ആ യാത്രയിൽ അവൻ ലൂസ് എന്ന സ്ഥലത്ത് കടന്നു വന്നു. രാത്രിയായി. ഒരു തലയണക്കായി ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അതിൽ ഉറങ്ങുമ്പോൾ അവന്റെ ചിന്തയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ഭാഗത്ത് ജ്യേഷ്ഠൻ ദേഷ്യപ്പെട്ടിരിക്കുന്നു, കുടുംബത്തിൽ നിന്ന് പോന്നു, എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് ദീർഘയാത്രയാ.
അവിടെ എന്താ എന്റെ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്നെന്ന് ഒരു അറിവുമില്ല. അങ്ങനെ ഭയചകിതനായി, ചിന്താകുലനായി, പിന്നെ തലയണയിൽ കല്ലിൽ തലയും വെച്ച് കിടക്കുമ്പോൾ രാത്രിയിൽ ഒരു സ്വർഗീയമായ ദർശനം അവൻ കാണാനിടയായിട്ട്. അവൻ കണ്ടത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വെച്ചിരിക്കുന്ന ഒരു കോവേണി. ഇവിടെ നാം വായിക്കുന്ന അവിടെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 10-ാമതുള്ള വാക്യത്തിന് പ്രകാരം വായിക്കുന്നു. എന്നാൽ യാക്കോബ് ബേർശവയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്ന് എടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവേണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. വളരെ വളരെ ഭയമുണ്ടാക്കുന്ന ഒരു കാഴ്ച, അതോടൊപ്പം തന്നെ പ്രത്യാശയുള്ള ഒരു കാഴ്ച. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വെച്ച് ഉയർച്ചയ്ക്ക് ലാഡർ എന്തിനാ? ഉയർച്ചയിലേക്ക് ഉയരാനുള്ള ലാഡർ. അപ്പോൾ ഉയർച്ചയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉയരാവുന്ന ഏറ്റവും വലിയ ഉയർച്ച സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ ഉയർച്ചയില്ല. അപ്പോൾ അത് തനിക്ക് വേണ്ടി അവിടെ നിന്ന് ഒരു കോവണി അങ്ങ് സ്വർഗം വരെ വെച്ചിരിക്കുന്നു. അതിനു മീതെ യഹോവ നിന്ന് അരുളി ചെയ്തു. ഭാവിയെക്കുറിച്ച് ആശങ്കയോടെ കാത്തിരിക്കുമ്പോൾ, ഇനി ജീവിതത്തിൽ എന്തായിത്തീരുമെന്നുള്ളതായ ആശയോട് കാത്തിരിക്കുമ്പോൾ, ഇവ എന്നെ കേൾക്കുന്ന പലരും ഈ പുതുവർഷം എനിക്ക് എന്ത് വെച്ചിരിക്കുന്നു, എന്റെ ഭാവി എന്തായിത്തീരുമെന്ന ചിന്തയോടെ ഇപ്പോൾ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിന്നോട് സംസാരിക്കുക. സ്വർഗത്തോളം വെച്ചിരിക്കുന്ന ഒരു കോവേണി ഉണ്ട്. അതിന്റെ ദർശനം യാക്കോബിന് ലഭിക്കാനായിട്ടിടയായിട്ട്. അത് മാത്രമല്ല, അതിന് മുകളിൽ നിന്നൊരു ശബ്ദം നിനക്ക് വേണ്ടിയുണ്ട്. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തന്നേക്കാം, ആയിരിക്കുമെന്നല്ല, തരും. സ്വർഗത്തിൽ നിന്ന് ഒരു വാഗ്ദത്തം നൽകിയ, അതിന് വാഗ്ദത്തം നൽകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ഞാൻ നിന്റെ വല്യപ്പനായ അബ്രഹാമിന്റെയും നിന്റെ അപ്പനായ ഇസഹാക്കിന്റെയും ദൈവമാണ്. എനിക്ക് ഭൂമിയിൽ ആരുണ്ട്, എന്റെ ഭാവി എന്തായിത്തീരും എന്നുള്ള ആശങ്കയോടെ ആ കല്ലിൽ തല വെച്ച് കിടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂത്, ഞാൻ നിന്റെ വല്യപ്പന്റെയും നിന്റെ അപ്പന്റെയും നിന്റെയും ദൈവമാണ്. സ്തോത്രം. ഭാവിയുടെ ആശങ്ക ജീവിതത്തിൽ വരുമ്പോൾ ദൈവവചനത്തിൽ ദൈവം പ്രസ്താവിച്ച വാക്കുകൾ ഇന്ന് നമ്മുടെ ചെവിയിൽ മുഴങ്ങട്ടെ. നിന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദൈവം നിന്നോട് കൂടെയുണ്ട്. അത് മാത്രമല്ല, ആ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം താൻ വീണ്ടും ആവർത്തിച്ച് യാക്കോബിനോട് പറയുകയാണ്. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട വാഗ്ദത്തം കിടക്കുന്നത്. നേരത്തെ പറഞ്ഞു നിന്റെ സന്തതികൾ ഭൂമിയിലെ പൊടി പോലെ ആയിത്തീരും എന്ന് പറയുന്നു. ദൈവത്തിന്റെ ഒരു വാഗ്ദത്വമാണ്, നിന്റെ സന്തതികൾ പെരുക്കും, അവർ ഭൂമിയുടെ നാനാഭാഗത്തും പെരുക്കും. എന്നാൽ അതിന് അടുത്ത വാക്യത്തിൽ പറയുന്നു, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും. ഒരുപക്ഷെ നാം അതങ്ങ് വായിച്ചു വിടുമ്പോൾ അതിനകത്തുള്ള ആഴമായ അർത്ഥം ഒരുപക്ഷെ ഗ്രഹിക്കാതെ പോയേക്കും.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് താൻ ഗലാത്യ ലേഖനം എഴുതുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ജനത്തെ ഒന്ന് ഓർപ്പിക്കുക. എന്താ താൻ പറഞ്ഞത്? അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് എത്രയാ പറഞ്ഞത്? അത് ക്രിസ്തു തന്നെ. ദൈവം ഇസഹാക്കിന് നൽകിയ വാഗ്ദത്തത്തിൽ ഏറ്റവും കേന്ദ്ര ബിന്ദുവായിരുന്നത് നിന്റെ സന്തതി മുഖാന്തരം. ഇതേ അനുഗ്രഹമാണ് ദൈവം അബ്രഹാമിന് നൽകിയത്. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിപ്പാൻ ദൈവ കൽപ്പന പ്രകാരം എല്ലാം ഒരുക്കിയപ്പോൾ ദൈവം അവിടെ ഒരു കുഞ്ഞാടിനെ നൽകി അതിൽ നിന്ന് വിടുവിച്ചു നാം വായിക്കുന്നു. എന്നാൽ പിന്നീട് ദൈവം അബ്രഹാമിനെ നേർവിട്ട് തന്നോടൊരു വാഗ്ദത്തം നൽകുമ്പോൾ അവിടെ പറയുന്ന വാക്കുകളാണ് ഇവിടെ പൗലോസ് ഉദ്ധരിച്ചത്. നിന്റെ സന്തതി മുഖാന്തരം. സന്തതികൾ എന്ന് ബഹുവചനമല്ല, സന്തതി എന്ന ഏകനെ കുറിച്ച് അത്രേ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ദൈവിക വാഗ്ദത്തത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം നമ്മിൽ വസിക്കുന്ന ക്രിസ്തു എന്നുള്ളത്. അബ്രഹാം പേറിയ വാഗ്ദത്തത്തിന്റെ കാതലായ വിഷയം ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദത്തമായിരുന്നു. അബ്രഹാം അതിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ പഴയ നിയമ ഭക്തന്മാർക്കും പുതിയ നിയമ ഭക്തന്മാർക്കും രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്ന ഒരേ ഒരു വസ്തു കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം മാത്രം. നാം എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം കൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾക്ക് മോചനം വരികയില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ സന്തതിയെക്കുറിച്ചുള്ള വിശ്വാസം, പഴയ ഭക്തന്മാരൊക്കെ വിശ്വാസത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ വിശ്വസിച്ചത് മശിഹ വരുമെന്ന്, ഈ സന്തതി വരുമെന്ന്. നാം ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്താ? സന്തതി വന്നു, സന്തതി വന്നു. അബ്രഹാമിന്റെ ഉള്ളിൽ വിശ്വാസത്താൽ ക്രിസ്തു വസിച്ചു. പഴയ ഭക്തന്മാര് ആടുകളുടെ രക്തം കൊണ്ട് ആരുടെയും പാപത്തിന് മോചനം വന്നില്ല. മോചനം വന്നിരുന്നുവെങ്കിൽ വീണ്ടും വീണ്ടും യാഗം കഴിക്കേണ്ടി വരികയില്ല എന്നെന്ന് എബ്രായ ലേഖകൻ എടുത്തു പറയുന്നു. സ്തോത്രം. എന്നാൽ പുതിയ വിശ്വാസികളായ നമ്മിൽ ക്രിസ്തു വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. That is the mystery. Christ in us, the hope of glory. ഈ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ താന് അനിശ്ചിതത്വത്തോട് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം തന്നെ അവനോട് സംസാരിക്കുകയാണ്. ഞാൻ നിന്റെ വല്യപ്പനോടും നിന്നോടും നിന്റെ അപ്പനോടും ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. നീ ധൈര്യത്തോടെ പോകാം. നിന്നെ ബഹുസന്തതിയുമായി ഞാൻ മടക്കി വരുത്തും. ഞാൻ നിനക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്ന ദേശം നീ അത് പ്രാപിക്കും. ദൈവമേ, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന നമുക്കും അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലും യാഥാർത്ഥ്യമാണ്. മനസ്സിലാക്കുക. ഭാവിയെക്കുറിച്ച്, വരും വർഷങ്ങളെക്കുറിച്ച്, അഥവാ ഈ വരുന്ന 2026 കുറിച്ച് തന്നെ നാം ആകുലരായിട്ടിരിക്കുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും, എൻ്റെ മാതാപിതാക്കൾക്ക് എന്ത് സംഭവിക്കും, എൻ്റെ ശുശ്രൂഷയ്ക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ ഇന്ന് ആവലോടിരിക്കുന്നെങ്കിൽ ആ ദൈവം ഇന്ന് വീണ്ടും നമ്മുടെ വാഗ്ദത്തം ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം വാഗ്ദത്തം ചെയ്താൽ വിശ്വസ്തൻ. നമ്മുടെ സകല കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ടാണ്. മനസ്സിലാക്കുക. എന്നെ ചിന്തിപ്പിക്കുന്ന വിഷയം ദൈവം ഇസ്രായേലുമായിട്ടുള്ള ബന്ധമാണ്. ദൈവം ഇസ്രായേലിനെ വിളിച്ചു, അബ്രഹാമിക വാഗ്ദത്തങ്ങൾ അവർക്ക് നൽകി, അവരെ ഒരു ബഹുജാതിയാക്കി തീർത്തു. എന്നാൽ നാം പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഹോശേയ പ്രവചനത്തില്, എസെക്കിയേൽ പ്രവചനത്തിലൊക്കെ നാം വായിക്കുമ്പോൾ
നാം മനസ്സിലാക്കുന്ന വസ്തുത, അവർ ദൈവത്തെ വിട്ട് വിഗ്രഹാരാധനയിലേക്ക് മടങ്ങിപ്പോയി. പ്രവചനത്തിൽ പറയുന്നു, നീ ജനിച്ചപ്പോൾ ഞാൻ കണ്ടപ്പോൾ നീ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. നിന്നെ പുക്കിൾ കുടി പോലും നീ മുറിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വന്ന് നിന്നെ എടുത്തു, നിന്നെ കഴുകി. ഞാൻ നിന്റെ പുക്കിൾ കുടി മുറിച്ചു, നിനക്ക് വസ്ത്രം നൽകി, നിനക്ക് ഭക്ഷണം നൽകി. ഞാൻ നിന്നെ വളർത്തി. നീക്ക് യൗവനത്തിലേക്ക് കടന്നു വന്നു. നീ വളരെ വളരെ സൗന്ദര്യവതിയായി തീർന്നു. ഞാൻ നീയുമായിട്ട് ഉഭയസമ്മതം ചെയ്തു. നീ എന്നെ ഭർത്താവെന്ന് വിളിച്ചു. എന്നാൽ നീ എന്ത് ചെയ്തു? ഞാൻ നിനക്ക് തന്ന എല്ലാ സമ്മാനങ്ങളും നീ എടുത്ത് ജാരന്മാർക്ക് നൽകി. നീ എന്നെ വിട്ട് മാറിപ്പോയി. നീ എന്നോട് ചെയ്ത വാഗ്ദത്തങ്ങൾ നീ ലംഘിച്ചാലും ഞാൻ നിന്നോട് ചെയ്ത വാഗ്ദത്തത്തെ എനിക്ക് ലംഘിക്കുവാൻ കഴിയുകയില്ല. എന്താ പറഞ്ഞത്? ഞാൻ അവളെ വിജനസ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്റെ സ്നേഹത്താൽ ഞാൻ അവളെ വശീകരിക്കും. ഞാൻ അവളെ മടക്കി വീട്ടിലേക്ക് കൊണ്ടുവരും. അന്നാൾ അവൾ എന്നെ ഭർത്താവ് എന്ന് വിളിക്കും. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തൻ! നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക മാറിപ്പോകുന്നത് നമ്മോട് ചെയ്ത വാഗ്ദത്തങ്ങൾ, വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ വാഗ്ദത്തത്തെക്കുറിച്ച് ഓർമ്മകൾ നമ്മുടെ ജീവിതത്തെ ശക്തമാക്കുന്നു. അത് മാത്രമല്ല പറഞ്ഞിവിടെ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുക. ആശങ്കയോടെ ഈ ദിവസം ഇരിക്കുന്നെങ്കിൽ, പലവിധമായ ജീവിത പരാജയത്തിന് മുമ്പിൽ നിൽക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്നോട് ഹൃദ്യമായി സംസാരിക്കുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ ഞാൻ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നടച്ചാണ്. ദൈവം നമ്മോട് ചെയ്ത വാഗ്ദത്തങ്ങളെ ഒരു നിമിഷം ഒന്ന് ഓർത്താണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, മറിച്ച് അവന്റെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ്. നാം അവിശ്വസ്തരായാലും അവന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുന്നില്ല. ദൈവം ഇതിലെ അവനെ മടക്കി വരുത്തും. യേശുവിന്റെ സ്നേഹത്തെ ഒരു നിമിഷം ധ്യാനിച്ചാട്ട്. യേശുവിന്റെ വാഗ്ദത്തങ്ങളെ ധ്യാനിച്ചാട്ട്. ചില നാൾക്ക് ശേഷം യാക്കോബ് പദരാമിലെത്തി ദീർഘനാളോടെ പാർത്തു. മടങ്ങി വന്നു. ആ സമയത്ത് അവൻ പറയുന്നു, ഞാനൊരു വടിയുമായി മാത്രം കടന്നുപോയി. ഇപ്പോൾ ഇതാ 2 വലിയ കൂട്ടവുമായി ഞാൻ കടന്നു വന്നിരിക്കുന്നു. സ്തോത്രം. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, വരുവാനുള്ളതിനെ കുറിച്ചുള്ള ആശങ്ക നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവ് നമ്മോട് ചെയ്ത അസ്വർഗീയ വാഗ്ദത്തങ്ങളെ നമുക്ക് ഓർക്കാം. നമുക്ക് വേണ്ടി ഭൂമിയിൽ സ്വർഗത്തിലേക്ക് വെച്ചിരിക്കുന്ന ആ കോണി വിശ്വാസത്താൽ നമുക്കൊന്ന് കാണാം. പടിപടിവായി നമ്മെ ആത്മാവിൽ ഉയർത്തി 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 സ്വർലോകമെത്തോളം നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം നമ്മോട് ജീവിക്കുന്നു. ഭൗതിക ഉയർച്ചയല്ല, മറിച്ച് ആത്മീയ ഉയർച്ച. ഒരു ദിവസവും ദൈവം നമ്മെ നടത്തുമാറാകട്ടെ. ദൈവകൃപ നമ്മെ ഭരിക്കട്ടെ. നമ്മെ അത്യധികമായി സ്നേഹിക്കുന്ന ഒരു ദൈവം. ഞാൻ എടുത്തു കാട്ടിയല്ലോ, ഇസ്രായേൽ പൂർണ്ണമായ ദൈവത്തെ വിട്ട് മടങ്ങിപ്പോയി. എന്നാൽ ദൈവം അവരെ വിളിച്ച് സ്നേഹത്താൽ അവരെ വശീകരിച്ച് മടക്കി ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന ചരിത്രം ദൈവത്തിൽ നാം വായിക്കുന്നല്ലോ. ഇത്ര നല്ല യേശു, ഹല്ലേലൂയ! ഇത്ര നല്ല യേശു, ഹല്ലേലൂയ! ഒരു നന്മ ഒരു നിമിഷം ഓർക്കാം. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന യേശുവിന്റെ ചിന്ത ഇന്ന് ഒന്ന് ഉയരട്ടെ. പ്രൈസ് ദി ലോർഡ്.
എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇനി ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ദൈവീയ വാക്തങ്ങളെ ഒരു പ്രാവശ്യം കൂടി ഇന്ന് രാത്രി ഞങ്ങളെ ഓർപ്പിച്ചുള്ള കർത്താവേ സ്തോത്രം. ദൈവീയ വാക്തങ്ങൾ വീണ്ടും ഞങ്ങളെ ഓർപ്പിച്ചതിനായി സ്തോത്രം. അതിൽ വിശ്വസിക്കുവാൻ, അതിലാഴമായി ഊന്നുവാൻ, ഭാവിയെ പുഞ്ചിരിയോട് കാണുവാൻ, ഞങ്ങളോട് എപ്പോഴും കൂടെയുള്ള യേശുവിനെ കാണുവാൻ, അറിയുവാൻ, അവന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ദൈവം പ്രതി അനുഭവിച്ച് ആത്മാവിനാൽ നടത്തപ്പെടുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനെ ഇടയാക്കുമാറാകണമേ. ദൈവരങ്ങളേവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങേ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ആമേൻ. കർത്താവേ, വേഗം വരണമേ. അസനായ യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു, പ്രാർത്ഥനയാക്കണമേ. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. 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 താങ്ക് യു പ്രിയ ഡോക്ടർ മാത്യു പി കോശി അങ്കിൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. എനിക്കറിയാം, വളരെയേറെ തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച് സമയം വേർതിരിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പ്രിയ അങ്കിളിനുള്ളതായ നന്ദിയും കടപ്പാടും വിതരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നിലകൊള്ളുവാൻ പിന്നെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. അതിനായി ഏറെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരുപാട് കഴിവുകൾ, ഒരുപാട് കൃപകള്, ആമേനെ, ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ കർത്താവ് ഭരമേൽപ്പിച്ചു. അതെല്ലാം പിന്നിൽ നിന്നുകൊണ്ട്, മുന്നിലേക്ക് വരാതെ പിന്നിൽ നിന്നുകൊണ്ട് അത് മുന്നിൽ നിൽക്കുന്നവരെ ഉത്സാഹിപ്പിച്ച്, പ്രോത്സാഹിപ്പിച്ച്, ആ ശുശ്രൂഷയായാലും ഏത് ഉത്തരവാദിത്തമായാലും അത് വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു റോളാണ് പ്രിയ അങ്കിൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ആ വാക്കിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഞാൻ ഈ ഒരു സമയത്തിന് വേണ്ടി അങ്കിളുമായി സംസാരിക്കുമ്പോഴും പറഞ്ഞ ഒരു വാക്കിതാണ്, എനിക്കതിന് ആഗ്രഹമില്ല, ഞാൻ പിന്നിൽ പ്രാർത്ഥിച്ച് പിന്നിൽ നിന്നുകൊള്ളാം, മുന്നോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും എനിക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ കർത്താവ് ഏൽപ്പിച്ച ആ ശുശ്രൂഷ ദൈവം തക്ക സമയത്ത് ഏലിയാവിനെ പുറത്തു കൊണ്ടുവന്ന് പിന്നെയും ചില ശുശ്രൂഷകൾ കൂടി ചെയ്യുവാൻ നിയോഗിച്ച്, അഭിഷേകം ചെയ്ത്, പ്രേരണ ചെയ്ത് മുന്നോട്ട് അയക്കുവാൻ തക്കവടിയായി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് പിന്നെയും പല ശുശ്രൂഷകൾ ഏലിയാവിന് പൂർത്തീകരിപ്പാൻ കർത്താവ് സഹായിച്ചു. പലപ്പോഴും നാമും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ദാസന്മാരായി നിലകൊള്ളുമ്പോൾ ദൈവത്തിനൊരു കാര്യവും അസാധ്യമായിട്ടില്ല, കഴിയാഞ്ഞിട്ടുമല്ല, കഴിയാതെയും അല്ല. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്ത് കാര്യവും
അത് സാധ്യമാണ്. എന്നാൽ ദൈവം തൻ്റെ ദാസന്മാരിൽ കൂടി ചെയ്തെടുക്കാനാണ്, തൻ്റെ ദാസന്മാരെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് ചെയ്തെടുക്കാനാണ് ദൈവം എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത്. കൃപയാൽ നമുക്കും അങ്ങനെ ഒരു ഭാഗ്യ പദവി കിട്ടി. അങ്ങള് ഏറ്റവും ഒടുവിലായി യാക്കോബിന്റെ കാര്യം പറഞ്ഞു. യാക്കോബ് തൻ്റെ അപ്പന്റെ അടുക്കൽ നിന്ന്, സഹോദരന്റെ അടുക്കൽ നിന്ന് തൻ്റെ അമ്മാവന്റെ ഭവനത്തിലേക്ക് പോകുന്നതായ ആ സന്ദർഭത്തില് സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് പറയുകയാണ്, ഞാൻ നിന്റെ വല്യപ്പന്റെയും നിന്റെ അപ്പന്റെയും അവൻ നിന്റെയും ദൈവമാകുന്നു എന്ന്. അതെ, ദൈവത്തിന് ചില വാഗ്ദത്തങ്ങൾ നമ്മിലൂടെ നിവർത്തിക്കുവാനുണ്ടെങ്കിൽ അത് നമ്മിലൂടെ ദൈവം പൂർത്തീകരിപ്പാൻ ഇടയായിത്തീരും. അബ്രഹാമിനോട് പറഞ്ഞ ഒരു വാഗ്ദത്തമാണ് യാക്കോബിലൂടെ ദൈവം നിവർത്തിക്കുന്നതെന്ന് കാണാൻ കഴിയുന്നു. ചിലപ്പോൾ നമ്മൾ പല കാര്യത്തിനും ഒളിച്ചോടുവാൻ, ചിലപ്പോൾ നമ്മൾ പല കാര്യത്തിനും മാറി നിൽക്കുവാൻ നമ്മൾ ചിന്തിക്കും, ആഗ്രഹിക്കും. യാക്കോബ് അങ്ങനെയാണ് ആഗ്രഹിച്ചത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവനെ ആ രാത്രിയിൽ സ്വർഗത്തോളം എത്തുന്നതായ ആ ഒരു ഗോവേണിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൈവദൂതന്മാരുടെ മധ്യത്തില് തന്നോട് സംസാരിച്ച ദൈവ ശബ്ദം യാക്കോബ് അത് കുറിച്ചിട്ടു. കൽത്തലയണയായി വെച്ചാണ് ഒരു രാത്രി കിടന്നുറങ്ങിയതെങ്കിൽ പിന്നീട് അങ്ങോട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രത്യേക കരുതല് യാക്കോബിന് അനുഭവിച്ചറിയുവാൻ ഇടയായി. ദൈവത്തിന്റെ വാഗ്ദത്തം അത് ഒന്നൊന്നായി തലമുറയായി ആ യാക്കോബിനെ ദൈവം ചില വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഒരുക്കിയെടുത്ത് ആ യാക്കോബിന്റെ പേര് മാറ്റി, ജീവിത നിലവാരം മാറ്റി, കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തി വലിയൊരു ദൗത്യം തന്നെ ഭരമേൽപ്പിച്ച് യാബോക്ക് കടവ് കടത്തി വിടുന്നതായ ചില സാഹചര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെയും ജീവിതത്തിൽ ചില കടവുകളെ കർത്താവ് കടത്തി വിടുമ്പോൾ അതിനപ്പുറത്ത് വലിയൊരു ശുശ്രൂഷ ബാക്കിയുണ്ട്. ആ ഒരു ശുശ്രൂഷ പ്രിയാങ്കളിലൂടെ ദൈവം ചെയ്തെടുക്കുന്നു എന്നത് ഓർക്കുമ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കർത്തൃദാസന്റെ മകനായിട്ട് ജനിച്ചു വളർത്തപ്പെട്ട ആ സാഹചര്യവും 8-ാമത്തെ വയസ്സിൽ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് കടന്നു വന്നുവെങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം തനിക്കായി വേർതിരിച്ച് നിർത്തി ഒരുക്കിയെടുക്കുന്ന ചില അനുഭവങ്ങൾ, മോശയെ രാജാവിന്റെ കൊട്ടാരത്തിൽ, ഫറവോന്റെ കൊട്ടാരത്തിൽ വളർത്തിയെടുത്തതുപോലെ ചില മേഖലകളിൽ കർത്താവ് വളർത്തിയെടുത്ത് കർത്താവിന് വേണ്ടി അഭിഷേകം ചെയ്ത് തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചതുപോലെ ഞാൻ ഓർക്കുകയായിരുന്നു. ഇന്ത്യ മിഷൻ എന്ന് പറയുന്ന ആ ദൈവസഭയുടെ പ്രവർത്തനങ്ങള് ഉടലെടുക്കുവാൻ ദൈവദാസനെ ദൈവം ആരംഭം കുറിക്കുവാൻ ദൈവം സഹായിച്ചു. അത് കേരളത്തിൽ ആരംഭിച്ചെങ്കിലും ഇന്ന് അത് ബീഹാറിൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അത് പടർന്ന് പന്തലിച്ച് 2000-ലധികം ദൈവസഭകളും അതിലധികം ദൈവദാസന്മാരും ലക്ഷക്കണക്കിന് വിശ്വാസികൾ കൂടി വരുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് അത് നിലകൊള്ളുവാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. ഒരുപക്ഷെങ്കിൽ ആ ഒരു ദർശനം, ആ ഒരു അഭിഷേകം, ആ ഒരു കാഴ്ചപ്പാട് ദൈവദാസന്റെ മേൽ വന്നില്ലായിരുന്നു എങ്കിൽ എത്രയോ ലക്ഷം ജനങ്ങൾ ബീഹാറിൽ ഈ യേശുവിനെ അറിയാതെ പോയേനെയായിരുന്നു. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേക നിയോഗവും അഭിഷേകവും ആമേ തന്നതുകൊണ്ട് അത് കേരളത്തിൽ ഒതുങ്ങി നിന്നില്ല, കേവലം ബീഹാറിൽ ഒതുങ്ങി നിന്നില്ല, കേവലം ഇന്ത്യയിൽ അത് ഒതുങ്ങി നിന്നില്ല. ഇന്ന് ലോകത്തിന്റെ അനേക രാജ്യങ്ങളിലേക്ക് സെന്റർ ഫോർ ഗ്ലോബൽ മിഷൻ എന്ന നിലയിൽ അത് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ അത് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുക. ഒരു തീപ്പൊരിയായിട്ടാണ് അതിന്റെ ആരംഭം കുറിച്ചതെങ്കിൽ ഇന്നത് ആളിക്കത്തുന്ന ഒരു തീനാളമായി, ഒരു പ്രകാശമായി, ലോകത്തിലെങ്ങും ഇരുട്ടിലിരിക്കുന്ന അനേകരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രകാശമായി ഇന്നത് പരിണമിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യ മിഷനിൽ പ്രവർത്തിക്കുന്ന നിരവധി ദൈവദാസന്മാർ ഇതിനോടകം അരോമ TV-യിൽ കടന്നു വന്ന് അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുവാൻ തക്കവണ്ണോടിയായി തീർന്നു. പ്രിയ KT ജോസഫ് പാസ്റ്റർ, അദ്ദേഹത്തിന്റെ മകന് ABP മാത്യു സാറ്,
അതുപോലെ അനേക പ്രിയപ്പെട്ടവർ, അനേക കർത്തൃദാസന്മാർ ഇതിനോടകം അരോമ ടിവിയുടെ ഈ ചാനലിൽ കടന്നു വന്നവരുടെ ജീവിതാനുഭവം, സാക്ഷ്യം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവവചന ചിന്തകൾ ഒക്കെ പ്രസ്താവിപ്പാനിടയായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന അല്ലെങ്കിൽ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണല്ലോ പ്രിയ മാത്യു പി കോശിയങ്കിൾ. കർത്താവിന്റെ ദാസനെ ആമേനെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഞാൻ ആമേനെ വന്ദനം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഈ വിലപ്പെട്ട സമയം, പ്രത്യേകിച്ച് ഈ 2026 ആമേനെ 1-ാമത്തെ ദിവസം, ജനുവരി മാസം ആരംഭിക്കുന്ന ഈ സമയത്ത് അരോമ ടി വി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജീവിതാനുഭവം പങ്കുവയ്ക്കുവാനും അവർക്ക് പ്രബോധനമായിട്ട് അവരുടെ ഭാവിയെക്കുറിച്ചുള്ളതായ ഒരു പ്രതീക്ഷ നൽകുന്ന ചില വചന ചിന്തകളും മിനിറ്റുകൾ പങ്കുവയ്ക്കുവാനും കർത്താവ് സഹായിച്ചല്ലോ. പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും ദൈവം നമ്മെ കണ്ടിരിക്കുന്നു എങ്കിൽ, ദൈവത്തിന് ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പ് നമ്മുടെ മേലുണ്ട് എങ്കിൽ, ദൈവമാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചതെങ്കിൽ, ദൈവം നമ്മെ നട്ടിരിക്കുന്നെങ്കിൽ, തീർച്ചയായിട്ടും തക്ക സമയത്ത് ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന കൃപയും നമ്മുടെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. ആകയാൽ ക്ഷീണിച്ചു പോകാതെ, അധൈര്യപ്പെടാതെ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ ആമേൻ ഇനിയും മുന്നോട്ടുള്ളതായ ഭാവി ആമേൻ ദൈവമാണ് നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ആമേൻ ധൈര്യത്തോടെ ആ ഭാവിയെ മുന്നേ കണ്ടുകൊണ്ട് ആമേൻ സ്വർഗത്തിൽ എത്തുന്ന ഒരു ഗോവേണി നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട്, അഥവാ നമ്മുടെ മണവാളന്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുള്ള വലിയ ഭാവി പ്രത്യാശയോടുകൂടി 2026 ആമേൻ എല്ലാ പ്രേക്ഷകർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ശുഭാപ്തി വിശ്വാസത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേന് നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സമയം വേർതിരിച്ച കർത്തൃഭൃത്യനോടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരുള്ളതായ നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയും 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. ഈ സാക്ഷ്യം, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com